ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സക്സസ് എന്ന് പറയുന്ന പോമിന്റെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ചെറിയ പാർട്ട് ഓഫ് ആക്ടിവിറ്റീസുമാണ് അല്ലെ. നമ്മൾ പഠിച്ചു കഴിഞ്ഞു സക്സസ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്തിനെ കുറിച്ചായിരുന്നു? ഹാർഡ് വർക്കിനെ കുറിച്ചായിരുന്നു അല്ലെ. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് കാണണം? ഇപ്പോഴും വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം, അല്ലെങ്കിൽ വലിയ വലിയ ലക്ഷ്യങ്ങൾ വേണം. ആ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും കണ്ടതിന് ശേഷം നമുക്ക് എന്ത് വേണം? നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിറ്റർമിനേഷൻ വേണം അല്ലെ. സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനം വേണം. തീരുമാനം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല മക്കളെ, എന്തും കൂടെ വേണം. നല്ല പെർസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് വേണം അല്ലെ. നല്ല കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു എഫേർട്ടും ഒരു സ്ഥിരോത്സാഹം വേണം അല്ലെ. അതുകൂടെ തന്നെ അപ്പൊ എന്ത് സംഭവിക്കും? അതിന്റെ കൂടെ ഒരു ഗ്രാജുവലി ഉള്ള ഒരു പ്രോഗ്രസ് സംഭവിക്കും അല്ലെ. പതുക്കെ 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 ആയിരിക്കും പ്രോഗ്രസ് ഉണ്ടാവുക. പക്ഷെ പതിയെ 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 ഇങ്ങനെ പ്രോഗ്രസ് ഉയർന്നു വന്നിട്ട് നമ്മുടെ ഒരു ഹാർഡ് വർക്കിലൂടെ നമ്മൾ എന്ത് ചെയ്യും മക്കളെ? നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണോ, അല്ലെങ്കിൽ അത്രയും ഉയരത്തിലുള്ള ലക്ഷ്യമായിരുന്നെങ്കിൽ പോലും അത് നമ്മൾ എന്ത് ചെയ്യും? അച്ചീവ് ചെയ്യും. അത് നമ്മൾ സക്സസ് ആക്കി എടുക്കും. അത്രയേ ഉള്ളൂ. ഈ പോം പറയുന്നത് വളരെ സിമ്പിൾ ആയിരുന്നു അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാം. നോക്കാം. ഫസ്റ്റ് വൺ, ഐഡന്റിഫൈ ദ ലൈൻ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഹ്യൂമൻ സ്ട്രെങ്ത് അല്ലെ. ഐഡന്റിഫൈ ദ ലൈൻ ദാറ്റ് ഇൻഡിക്കേറ്റ് ദ ഹ്യൂമൻ സ്ട്രെങ്ത് അല്ലെ. മനുഷ്യന്റെ സ്ട്രെങ്ത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ മനുഷ്യന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ? ഭയങ്കര ഹൈറ്റും വെയിറ്റും തടിയും വെണ്ണം ഉണ്ടായിട്ട് നല്ല കല്ലൊക്കെ എടുത്ത് പോക്കാനുള്ള കഴിവ്, അതല്ല ഉദ്ദേശിച്ച സ്ട്രെങ്ത് കേട്ടോ. മനുഷ്യന് മെന്റലിയും ഫിസിക്കലി ഒക്കെ ഉള്ള ഒരു മെന്റൽ സ്ട്രെങ്ത് ഒക്കെ ഉണ്ട്. ഇങ്ങനെ എന്ത് കാര്യവും വളരെ കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്ത് ലക്ഷ്യത്തിലെത്തി നേടിയെടുക്കാനുള്ള ഒരു മനുഷ്യന്റെ ഒരു സ്ട്രെങ്ത് ഉണ്ട് അല്ലെ. ആ സ്ട്രെങ്ത് ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. ബട്ട് വി ഹാവ് ഫീറ്റ് ടു സ്കെയിൽ ആൻഡ് ക്ലൈം അല്ലെ. ആ ലൈനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ മനുഷ്യർക്കുള്ള കഴിവ്, നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്നാ പറയുന്നത്. നമുക്ക് ലൈനിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് നമുക്ക് ചിറകുകളില്ല, പക്ഷികളെ പോലെ പറന്നുയർന്ന് പെട്ടെന്ന് ഹൈറ്റിൽ എത്താനുള്ള ചിറകുകൾ നമുക്കില്ല. പക്ഷെ നമുക്ക് എന്തുണ്ട്? മനുഷ്യരായിട്ടുള്ള നമുക്ക് എന്തുണ്ട്? ദാറ്റ്സ് ഫീറ്റ് ഉണ്ട് അല്ലെ. നമുക്ക് എന്തുണ്ട്? ഫീറ്റ് ഉണ്ട് അല്ലെ. സോ ആ ഫീറ്റ് ഉപയോഗിച്ച് നമുക്ക് ടു സ്കെയിൽ ആൻഡ് ക്ലൈം അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം? ഫീറ്റ് ഉപയോഗിച്ചിട്ട് പതിയെ കയറി ഉയരങ്ങളിൽ എത്താം. ക്ലിയർ? It shows the human have the strength to work hard and achieve their goals അല്ലെ. ഈ ഒരൊറ്റ ലൈനിൽ നമുക്ക് എന്ത് കാണുന്നുണ്ട്? മനുഷ്യരുടെ സ്ട്രെങ്ത് കാണുന്നുണ്ട്, ടു ഹാർഡ് വർക്ക് ചെയ്യാനും ആൻഡ് their goals, അവസാനം അവരുടെ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാനും നേടിയെടുക്കാനുമുള്ള മനുഷ്യന്റെ സ്ട്രെങ്ത് നമുക്ക് ഈ ഒരൊറ്റ ലൈനിലൂടെ കാണാൻ കഴിയും. ഓക്കെ, ക്ലിയർ? Then second one, what do the words cloudy summit and the pyramids imply? Cloudy summit അല്ലെ, ആ മേഘാവൃതമായിട്ടുള്ള ആ ഒരു കുരുമ്പ് അല്ലെ, മേഘത്തിന്റെ അങ്ങേ അറ്റത്തിൽ കാണുന്ന ആ ഒരു അങ്ങേ തലത്തിൽ കാണുന്ന അത്രയും ഹൈറ്റ് ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. ആൻഡ് പിരമിഡ്, പിരമിഡ്സ് എന്താണ്? സ്ട്രോങ് ആയിട്ട് നല്ല ബിഗ് ആയിട്ടുള്ള ഹൈറ്റ് ഉള്ള നല്ല കല്ലുകൾ കൊണ്ടൊക്കെ പണിതിട്ടുള്ള ഭീകരമായിട്ടുള്ള പിരമിഡ്സ് അല്ലെ. ഇത് രണ്ടും ആ ഒരു പോമിലുണ്ട്. ഇത് രണ്ടും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദ്യം. നോക്കാം. ക്ലൗഡി സമ്മിറ്റ് മീൻ ഡിഫിക്കൽട്ട് ആൻഡ് ഹൈ ഗോൾസ് ദാറ്റ് ആർ ഹാഡ് ടു സീ റീച്ച് അല്ലെ. ക്ലൗഡി സമ്മിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? സമ്മിറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ സമ്മിറ്റ് പറയുന്ന വേർഡ് നമ്മൾ ഓർക്കാൻ കഴിയുന്നത് മൗണ്ട് എവറസ്റ്റിന്റെ അങ്ങേ അറ്റുണ്ടല്ലോ, അവർ കീഴടക്കുന്ന ആ ഒരു അങ്ങേ തലം, അതിന്റെ ഹൈറ്റിനെ നമ്മൾ അധികം സമ്മിറ്റ് എന്നാ പറയുന്നത് അല്ലെ. ആ സമ്മിറ്റിൽ റീച്ച് ചെയ്തു എന്ന് പറയും അല്ലെ. ആ കോട്ടയ്ക്ക് മുകളിൽ എന്നൊക്കെ പറയുന്ന പോലെ അതേപോലെ തന്നെയാണ് സമ്മിറ്റ്. അപ്പൊ അത്രയും ഉയരത്തിലുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അല്ലെ. അപ്പൊ അത്രയും ഹൈ ആണ് നമ്മുടെ ഗോള്, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ദാറ്റ് ആർ ഹാർഡ് ടു സീ ആൻഡ് റീച്ച്. അതെന്താണ്? നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതുമല്ല, പെട്ടെന്ന് എത്താൻ കഴിയുന്നതുമല്ല, അത്രയും ഉയരത്തിലുള്ളതാണ് എന്ത്? ഗോൾ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ പിരമിഡ് മീൻ ബിഗ് ആൻഡ് ലാസ്റ്റ് ആൻഡ് അച്ചീവ്മെന്റ്സ് അല്ലെ. പിരമിഡും അത് തന്നെയാണ്. എന്താണ്? ബിഗ് ആണ്, അതുപോലെ ലാസ്റ്റിംഗ് അച്ചീവ്മെന്റ്സ് ആണ്. വളരെ വലിയൊരു ഒരുപാട് ദൂരത്തുള്ള ഒരു നേട്ടമാണ് അല്ലെ. ഒരുപാട് വലിയ അച്ചീവ്മെന്റ്സ് ആണ് അത്. കാരണം എന്താണ്? ഈ പിരമിഡും ഈ ക്ലൗഡി സമ്മിറ്റ് ഒന്നും നമുക്ക് ഒറ്റയടിക്ക് പോയി അച്ചീവ് ചെയ്യാൻ കഴിയുന്നില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മാത്രമേ ഉള്ളൂ. ഹാർഡ് വർക്കിലൂടെ മാത്രമാണ് അത് നേടിയെടുക്കാൻ കഴിയുള്ളൂ. കാരണം ലക്ഷ്യം എന്താണ്? വളരെ വലുതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, then third one, when do pyramids appear like gigantic flights of stairs അല്ലെ. പിരമിഡിനെ നമ്മൾ അടുത്ത് പോയി കാണുമ്പോൾ നമുക്ക് എന്താന്ന് തോന്നുന്നത്? നല്ല ഭീകരമായിട്ടുള്ള വലിയ വലിയ സ്റ്റെപ്പുകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പിരമിഡ് നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോ എന്താണ്? നല്ലൊരു ആപ്പ് പോലെയൊക്കെ ഇങ്ങനെ തോന്നും. ഒന്നുമില്ല, ഇങ്ങനെ
കുത്തനെ നിൽക്കുന്ന ഒരു ആപ്പ് പോലെയൊക്കെ നമുക്ക് തോന്നും, ഭീകരമായിട്ട്. പക്ഷെ നമ്മൾ അതിന്റെ അടുത്ത്, നമ്മൾ അതിനെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ തൊട്ടടുത്ത് ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ ഭീകരമായിട്ടുള്ള ആ ഹൈറ്റിലും അവിടെയും നമുക്ക് കയറി പോവാൻ എന്തുണ്ടായിരുന്നു, നല്ല ജൈജാന്റിക് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ ഉണ്ട് എന്നുള്ളത് അടുത്ത് ചെന്ന് നോക്കുമ്പോഴാണ് നമുക്ക് കാണാൻ സാധിക്കുക അല്ലെ. നോക്കാം, ആൻസർ നോക്കാം. The pyramids look like a huge step when nearer seen and better known. അല്ലെ, പിരമിഡ്സ് എങ്ങനെയാണ് ഹ്യൂജ് സ്റ്റെപ്പുകളായിട്ട് നമുക്ക് കാണപ്പെടും. എങ്ങനെ? when nearer seen and better known. നമ്മൾ അതിന്റെ വളരെ അടുത്ത് ചെന്ന് നോക്കുമ്പോഴും അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോഴുമാണ് ഈ പിരമിഡ് നമുക്ക് എന്തായി തോന്നുന്നത്, ഈ സ്റ്റെപ്പുകളിലൊക്കെ നമുക്ക് കാണുന്നത്. ക്ലിയർ? Then fourth question, what do we come across when we rise to higher level? അല്ലെ, അല്ല നമ്മൾ ഹയർ ലെവലിലോട്ട്, ഉയരങ്ങളിലോട്ട് എത്തും തോറും നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്, എന്നാണ് ചോദ്യം. ഓക്കെ, ആസ് വി ഗോ ഹയർ, നമ്മൾ ഉയരങ്ങളിലോട്ട് എത്തുമ്പോൾ, ഉയരങ്ങളിലോട്ട് കയറി ചെല്ലുമ്പോൾ we see the pathways or new opportunity that we couldn't see before. pathways നമ്മൾ ചാപ്റ്ററിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ അത്രയും ഉയരങ്ങളിലുള്ള ആ മൗണ്ട് എവറസ്റ്റിലോട് ചെല്ലുമ്പോഴാണ്, അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് എന്ത് കാണാൻ കഴിയും, അതിനു മുമ്പ് പോയിട്ടുള്ള ഗ്രേറ്റ് മാൻ ആളുകൾ പോയിട്ടുള്ള, അതിനു മുമ്പ് അതിനെ അച്ചീവ് ചെയ്ത ആളുകളുടെ വഴികൾ കാണുന്നുണ്ട്. അവര് നടന്നു പോയ വഴികൾ നമുക്ക് മുമ്പിൽ ഉണ്ടാവും. ഇനി അവര് നടന്നു പോയ വഴികൾ അല്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുക, ലക്ഷ്യത്തിലോട്ട് പോകുന്നതോറും നമുക്കുള്ള വഴികൾ മുമ്പിലൂടെ നമുക്ക് ഇങ്ങനെ തുറന്നിട്ടിട്ടുണ്ടാവും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ പൂർവികരോ അതിനു മുമ്പ് പോയ ആളുകളുടെ വഴികൾ അവിടെ കാണുന്നുണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ യാത്ര മുന്നോട്ട് പോകുമ്പോൾ എത്ര വലിയ കാടാണെങ്കിലും എത്ര വലിയ എന്താണെങ്കിലും നമ്മുടെ ലക്ഷ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ അതിനോട്ടുള്ള വഴികൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ മുന്നോട്ട് നടക്കുന്തോറും അതിലിങ്ങനെ മുന്നോട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അത് ഉദ്ദേശിച്ചത് ഓർ ന്യൂ ഓപ്പർച്യൂണിറ്റി ദാറ്റ് വി കുഡിന്റ് സീ ബിഫോർ. അല്ലെ, നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ഓരോ ഓപ്പർച്യൂണിറ്റികളും ഓരോ അവസരങ്ങളും എന്ത് ചെയ്യും, നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ എന്ത് ചെയ്താൽ മതി, പെർസിസ്റ്റൻസ് ആയിട്ട് ഇങ്ങനെ എഫേർട്ട് ഇങ്ങനെ എടുത്താൽ മതി. നമ്മളിങ്ങനെ എഫേർട്ട് എടുത്തിട്ട് ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വഴികൾ ഇങ്ങനെ തുറന്ന് കാണപ്പെടും. ഓക്കെ, then fifth one, what makes great men different from their companies? അല്ലെ, എന്താണ് നമ്മുടെ ഗ്രേറ്റ് മാൻസ്, അല്ലെ നമ്മൾ നേടിയെടുത്തിട്ടുള്ള വലിയ വലിയ ആളുകൾ ഉണ്ടല്ലോ, പലരും അച്ചീവ് ചെയ്തും നമ്മുടെ മുമ്പിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ അച്ചീവ് ചെയ്തിട്ടുള്ള വലിയ വലിയ ആളുകൾ, ലക്ഷ്യത്തിലെത്തിയിട്ടുള്ള വലിയ വലിയ ആളുകളൊക്കെ എങ്ങനെയാണ് അവരുടെ കമ്പാനിയൻസിൽ നിന്നും, അല്ലെ ചിലപ്പോൾ ആളുകൾ ഒന്നിച്ചൊരു ലക്ഷ്യത്തിന് ഇറങ്ങും, പക്ഷെ അതിൽ ഒന്നോ രണ്ടോ ആളുകളെ ചിലപ്പോൾ ലക്ഷ്യത്തിലെത്തുള്ളൂ, സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളവർ എത്തുന്നില്ല. അല്ലെ, അപ്പൊ എന്താണ് ആ കമ്പാനിയൻസ്, കൂടെയുള്ള ആളുകളും ഈ ലക്ഷ്യത്തിലെത്തിയ ആളും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് ചോദിക്കുന്നത്. നോക്കാം. Great men are different because they, while their companions slept, were toiling upward in the night. അല്ലെ, അവരുടെ കമ്പാനിയൻസ് ഉറങ്ങുമ്പോഴും ഈ ഗ്രേറ്റ് മാൻസ് എന്ത് ചെയ്യായിരിക്കും, അവർ ഉറങ്ങാറുണ്ടോ? ഇല്ല, അവരപ്പോഴും എന്ത് ചെയ്യായിരിക്കും, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, this means their work hard even when others are resting. അത് ആ ഒരു ലൈനോട് ഉദ്ദേശിച്ച അവരുടെ കമ്പാനിയൻസ് എപ്പോഴും കിടന്നുറങ്ങാന്നാണോ? അല്ല, ബാക്കിയുള്ളവരെ ആളുകൾ റെസ്റ്റ് എടുക്കുമ്പോഴും അവരെന്ത് ചെയ്യായിരിക്കും, ഹാർഡ് വർക്ക് ചെയ്യും. നിങ്ങൾ ചില ആളുകൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവും അല്ലെ, നമ്മളൊന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ, നമ്മൾ കിടന്നുറങ്ങുമ്പോഴും ചില ആളുകൾ ഇരിക്കൂല, കിടന്നുറങ്ങൂല, അവരപ്പോയി എന്തെങ്കിലുമൊക്കെ അതിന്റെ വേണ്ട കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അല്ലെ, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, then sixth one, identify the images of success in the poem and comment on how they convey the message of the poem. അല്ലെ, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സക്സസില് ഒരുപാട് ഇമേജസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, ഒരുപാട് വലിയ വലിയ ഇമേജസുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അത് എത്രത്തോളം ആ പോയത്തിന്റെ മെസ്സേജുകളൊക്കെ നമുക്ക് കൺവേ ചെയ്യാൻ ആ ഇമേജസുകൾക്ക് സാധിച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം. ഇമേജസ് ഓഫ് ദ സക്സസ് ഇൻക്ലൂഡ് ക്ലൗഡി സമ്മിറ്റ്. അല്ലെ, നമ്മൾ പറഞ്ഞു മേഘാവൃതമായിട്ടുള്ള ആ ഒരു ഇത് പറഞ്ഞു, അതിന്റെ അങ്ങേ അറ്റം. അല്ലെ, ദെൻ മൈറ്റി പിരമിഡ് ഓഫ് സ്റ്റോൺ. അല്ലെ, കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള പിരമിഡ്. ഡിസ്റ്റന്റ് മൗണ്ടെയിൻ. അല്ലെ, കൂറ്റൻ മലനിരകൾ, ദൂരത്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന വികാരമായിട്ടുള്ള മലനിരകള്. ദിസ് ഇമേജസ് ദാറ്റ് ഷോ ദ സക്സസ് ടേക്സ് ടൈം ആൻഡ് എഫേർട്ട്. ബിഗ് അച്ചീവ്മെന്റ്സ് ആർ ലൈക്ക് ക്ലൈംബിംഗ് മൗണ്ടെയിൻസ് ആൻഡ് ദ ബിൽഡിംഗ് പിരമിഡ്സ്. അല്ലെ, എന്താണ് പറഞ്ഞിട്ടുള്ളത് മക്കളെ, ഈ കാണുന്നതൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കി തരും, സക്സസ് ടേക്സ് ടൈം. അല്ലെ, സക്സസ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാവുന്നില്ല, അത്
ടേക്സ് ടൈം, സമയമെടുക്കും ആൻഡ് എഫേർട്ട് അല്ലെ, എഫേർട്ടും സമയമൊക്കെ എടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ സക്സസ് ലഭിക്കുക. ആൻഡ് ദ ബിഗ് അച്ചീവ്മെന്റ്സ് ആർ ലൈക്ക്, അതുപോലെ തന്നെ ഏറ്റവും വലിയ വലിയ നേട്ടങ്ങളെല്ലാം എന്താണ്, ക്ലൈംബിംഗ് മൗണ്ടൻസ് ആൻഡ് ബിൽഡിംഗ് പിരമിഡ്സ് അല്ലെ, പിരമിഡ്സ് നിർമ്മിക്കുന്ന പോലെയും ക്ലൈംബിംഗ് മൗണ്ടൻസ് ഒരു ഒറ്റ ദിവസം കൊണ്ട് അങ്ങ് മൗണ്ടൈനിൽ കയറി ഇറങ്ങാൻ കഴിയോ? ഇല്ല. ഒരു ദിവസം കൊണ്ട് പിരമിഡ് പണിയാൻ കഴിയോ? ഇല്ല. അങ്ങനെയുള്ള ബിഗ് അച്ചീവ്മെന്റ്സ് എല്ലാം എങ്ങനെയായിരിക്കും നമ്മുടെ ലൈഫിൽ നേടാനുള്ള എല്ലാ അച്ചീവ്മെന്റ്സും ഇതുപോലെ ആയിരിക്കും, ഒരു ദിവസം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല. ഓക്കെ, then 7th question. The height by great men reached and kept were not attained by sudden flight. അല്ലെ, the height of the great man reached അല്ലെ, നമ്മുടെ വലിയ വലിയ ആളുകൾ എത്തിയിട്ടുള്ള ഹൈറ്റ്, ഉയരങ്ങൾ, അല്ലെങ്കിൽ അവർ എത്തിപ്പിടിച്ചിട്ടുള്ള വലിയ പദവികൾ, അവരുടെ വലിയ നേട്ടങ്ങൾ എല്ലാം എന്തല്ല, were not attained, അതെല്ലാം ഒരു ദിവസം കൊണ്ട് അത് നേടിയെടുത്തതല്ല. എങ്ങനെ? a sudden flight അല്ലെ, ഒരു പെട്ടെന്നുള്ള ഒരു ഫ്ലൈറ്റിലൂടെ, പെട്ടെന്നുള്ള ഒരു കുതിച്ചുതാട്ടത്തിലൂടെ, അല്ലെങ്കിൽ പെട്ടെന്ന് പറന്നു ഉയർന്നിട്ടോ അല്ല അവരിതൊന്നും നേടിയെടുത്തത് എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട് അല്ലെ. സോ കമന്റ് ഓൺ ദീസ് ലൈൻസ്, കണക്ട് എ ഫ്യൂ പ്രോവർബ്സ് ദാറ്റ് കൺവേ ദ സെയിം ആയിട്ട് അല്ലെ. ആ ഒരു ലൈനിനെ കുറിച്ച് ആദ്യം കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുക, എന്നിട്ട് ആ ഒരു മീനിങ് വരുന്ന രീതിക്കുള്ള കുറച്ച് പ്രോവർബ്സ് അല്ലെ, പഴഞ്ചൊല്ലുകളൊക്കെ നമ്മൾ കണ്ടെത്തുക. നോക്കാം, ആദ്യം ആ ലൈനിന്റെ മീനിങ് നോക്കാം. These lines mean that great achievements don't happen suddenly or easily. അത്രയേ ഉള്ളൂ. ഒരിക്കലും വലിയ വലിയ അച്ചീവ്മെന്റ്സുകളും വലിയ വലിയ നേട്ടങ്ങളും ഒറ്റ ദിവസം കൊണ്ട് ഒരു സഡൻ ആയിട്ടുള്ള ഒരു എടുത്തുചാട്ടത്തിലൂടെയോ പെട്ടെന്ന് വളരെ ഈസി ആയിട്ടോ ലഭിക്കുന്നതല്ല. They happen because of hard work and persistence. അത് എങ്ങനെ സംഭവിക്കുന്നതാണ്? ഹാർഡ് വർക്കിലൂടെയും പെർസിസ്റ്റൻസിലെയും, കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു പെർസിസ്റ്റൻസിലൂടെയും ഹാർഡ് വർക്കിലൂടെയും സംഭവിക്കുന്നതാണല്ലേ മക്കളെ. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. ഇതിപ്പോ വലിയ വലിയ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ പഠനം തന്നെ നോക്കിയാൽ മതി അല്ലെ. ഒരു ദിവസം കൊണ്ട് ഒറ്റയടിക്കൊന്നും A+ കിട്ടാറില്ല അല്ലെ. ഒരു ദിവസം ഇരുന്ന് ഓണ എക്സാമും ക്രിസ്മസ് എക്സാമും ഒന്നും അറ്റൻഡ് ചെയ്യാതെ, ഒന്നും പഠിക്കാതെ, ഫൈനൽ എക്സാമിന്റെ തലേന്ന് ഇരുന്ന് പഠിച്ച് ഒറ്റയടിക്ക് അങ്ങ് ഗ്രേറ്റ് അച്ചീവ്മെന്റ് നേടാൻ ഒരിക്കലും സാധിക്കില്ല അല്ലെ. അതൊരു പ്രഷർ ലഭിക്കുക എന്നല്ലാതെ, തലവേദനയോ പ്രഷറോ ലഭിച്ച് ആകെ ടെൻഷൻ ആളുക എന്നല്ലാതെ ഫലം കിട്ടില്ല. ഓൺ എക്സാമിന് മുമ്പ് ആദ്യത്തെ 2 യൂണിറ്റുകൾ വ്യക്തമായിട്ട് പഠിച്ച് വൃത്തിയായിട്ട് എക്സാം എഴുതുക. ദെൻ ക്രിസ്മസ് എക്സാം അല്ലെ, സെക്കൻഡ് ടൈം എക്സാം, അതിലും വൃത്തിയായിട്ട് ആ ബുക്ക് പഠിക്കുക, അത് എഴുതുക അല്ലെ, ആ യൂണിറ്റുകൾ പഠിച്ച് എഴുതുക. ദെൻ ഫൈനൽ എക്സാമിന് വീണ്ടും ഒരു 2 യൂണിറ്റും കൂടെ ഉണ്ടാവും, അതും കൂടെ പഠിച്ച് എഴുതുക. അപ്പൊ ഇത് 3ഉം പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ഗ്രാജുവൽ പ്രോഗ്രസ് ആണ് കാണുന്നത് അല്ലെ. എന്നിട്ട് ഇതെന്ത് ചെയ്യും, നമ്മളപ്പോൾ മടുപ്പുണ്ടാവില്ല അല്ലെ. പഠനം നമ്മൾ പെട്ടെന്ന് മടുത്തിട്ട് നിർത്തുന്നില്ല, വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, പഠിച്ചുകൊണ്ടേയിരിക്കും, ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും, വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യും. അതൊക്കെ ഈ പറഞ്ഞ മാതിരി ഗ്രാജുവലി പ്രോഗ്രസ് ഇങ്ങനെ കാണിക്കും. എന്നിട്ട് നമ്മുടെ എഫേർട്ടിലൂടെ, ഹാർഡ് വർക്കിലൂടെ ഫൈനലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ സക്സസ് നേടിയെടുക്കും. അത്രയേ ഉള്ളൂ ഇവിടെയും പറയുന്നത് അല്ലെ. കണ്ടിന്യൂ ആയിട്ടുള്ള ശ്രമമാണ് അല്ലെ, നിങ്ങളുടെ ഒരു വർഷത്തെ കണ്ടിന്യൂ ആയിട്ടുള്ള ശ്രമമാണ് നിങ്ങൾ ഫൈനൽ എക്സാമിൽ റിസൾട്ട് ആയിട്ട് കാണുന്നത് അല്ലെ. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോവർബ്സ് നോക്കാം. പ്രോവർബ്സ് വിത്ത് സിമിലർ മീനിങ്സ്. ഓക്കെ, റോം വാസ് ഇറ്റ് ബിൽഡ് ഇൻ എ ഡേ അല്ലെ. റോമ സാമ്രാജ്യം ഒറ്റ ദിവസം കൊണ്ട് പണിതതല്ല അല്ലെ. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റൈസസ് അല്ലെ. പതിയെ പതിയെ ഉള്ള ഇത് നമുക്ക് എന്ത് ചെയ്യും, റൈസിൽ വിൻ ചെയ്യാൻ സഹായിക്കും. നോ പെയിൻ no gain. Okay, success is a journey, not a destination. Okay, then little by little one travel far അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ മീനിങ്ങും ഇതിനൊക്കെ ഒരേ ഒരു മീനിങ് ആണ്. നമ്മുടെ ആ ഒരു പോമിൽ പറയുന്ന ആ ഒരു മീനിങ്ങിനെയാണ് കേട്ടോ ഇതിനൊക്കെ വരുന്നത്. നോക്കാം, ഇനി നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, ചെറുതായിട്ട് പതുക്കെ ആക്ടിവിറ്റിയിലോട്ടൊന്ന് കിടക്കാം. നോക്കാം, ലെറ്റ്സ് റീകോൾ ആൻഡ് റിക്രിയേറ്റ്. You have learned the step involved in the preparing the critical appreciation of the poem. Now attempt and the appreciation of the poem success. അല്ലെ, ഇവിടെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ഒരു പോമിന് എങ്ങനെ അപ്രിസിയേഷൻ കൊടുക്കണം എന്ന് നിങ്ങൾ പഠിച്ചതാണ്. ഫോക്കസിങ് ഈറ്റ്സ് തീം, അതിൽ എന്തൊക്കെ വേണം, തീം വേണം, ഇമേജസ് വേണം, റൈമിംഗ് സ്കീം വേണം, ആൻഡ് അതർ ടെക്നിക്സ് എന്തെങ്കിലും പോമിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും വേണം. ഇതെല്ലാം വെച്ചിട്ട് വളരെ മനോഹരമായിട്ട് അപ്രിസിയേഷൻ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയാം. അപ്രിസിയേഷൻ ഉണ്ടാക്കാൻ ആദ്യം പോം എഴുതിയ ആള് ജസ്റ്റ് അതിന്റെ തീം അല്ലെ, നെക്സ്റ്റ് പാരഗ്രാഫിൽ അതിന്റെ ലൈൻസുകളും അതിലെ
എന്താണ് അതിന്റെ മീനിങ്ങും തീമും അതിലെ മെസ്സേജും കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള ഒരു എക്സ്പ്ലനേഷൻ. ദെൻ അതിനുശേഷം ഏതെങ്കിലും 2 ലൈൻസ് എടുത്ത് നമുക്ക് വീണ്ടും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ അതിൽ യൂസ് ചെയ്തിട്ടുള്ള പോയറ്റിക് ഡിവൈസസുകൾ ഉണ്ടാവും, ഇഷ്ടം പോലെ പോയറ്റിക് ഡിവൈസ്, റൈമിംഗ് സ്കീം, സിമിലി, മെറ്റാഫിയർ, ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടാവും. അതൊക്കെ എടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യാം അല്ലെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് ഒപ്പീനിയൻസും ആഡ് ചെയ്യാം. ക്ലിയർ? നോക്കാം. സക്സസ് നോട്ട് ഓഫ് അപ്രിസിയേഷൻ അല്ലെ. നമുക്ക് ഇനി ആ പോമിന്റെ ഒരു അപ്രിസിയേഷൻ നോക്കാം. The poem Success by the American poet H.W. Longfellow conveys the timeless message that the great achievements come through perseverance and the gradual progress. അല്ലെ, നമ്മളിത് ആദ്യം മുതലേ ഇത് മാത്രമേ പറയുന്നുള്ളൂ. എന്താണ് സക്സസ് എന്ന് പറയുന്ന പോയം? അമേരിക്കൻ പോയറ്റ് ആയിട്ടുള്ള H.W. Longfellow നമുക്ക് തരുന്ന മെസ്സേജ് എന്തെന്ന് വെച്ചാൽ that a great achievements come through perseverance and the ഗ്രാജുവൽ പ്രോഗ്രസ് അല്ലെ. വലിയ വലിയ നേട്ടങ്ങളെല്ലാം എന്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ? സ്ഥിരോത്സാഹത്തിലൂടെയും ഗ്രാജുവൽ പതിയെയുള്ള പ്രോഗ്രസിലൂടെയും മാത്രമേ ഉള്ളൂ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ക്ലിയർ? Then the central theme അല്ലെ, ഇനി തീമാണ്. Central theme is about the setting goals, working steadily to achieve them. അല്ലെ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലൈഫിൽ എന്തുണ്ടാവണം? ഒരു ഗോള് സെറ്റ് ചെയ്യണം അല്ലെ. എല്ലാവർക്കും ലക്ഷ്യങ്ങൾ വേണം അല്ലെ. അത് മാത്രം മതിയോ? അതിനു വേണ്ടിയിട്ട് വർക്കിംഗ് സ്റ്റഡിലി ടു അച്ചീവ് ദം അല്ലെ. സ്റ്റഡി ആയിട്ടുള്ള ഒരു വർക്കിങ്ങും വേണം അത് നേടിയെടുക്കാൻ. Then a great achievement don't happen suddenly അല്ലെ. വലിയ വലിയ നേട്ടങ്ങളെല്ലാം, ഗ്രേറ്റ് അച്ചീവ്മെന്റ്സ് ഒന്നും എന്തല്ല, don't happen suddenly, പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. Okay, they result from the continuous effort aligning with the sayings like slow and steady wins the race and the Rome was not built in a day അല്ലെ. ഈ 2 ഡയലോഗ്സ്, ഈ 2 പ്രോവർബ്സ് ഒന്ന് പഠിച്ചു വെക്കുക. സിമ്പിൾ ആണ്. ഇതൊക്കെ എടുത്തിട്ട് അങ്ങ് ഇട്ടുകൊടുത്താൽ തന്നെ നിങ്ങൾക്ക് അപ്രീസിയേഷനും മാർക്ക് താനെ ഇങ്ങോട്ട് വരും അല്ലെ മക്കളെ. അപ്പൊ എന്താണ് പറയുന്നത്? ഈ റിസൾട്ട് എന്ന് പറയുന്നത് അല്ലെ, സക്സസ് എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാവുന്നതാണ്? കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു എഫേർട്ടിലൂടെ ഉണ്ടാവുന്നതാണ്. അതിന് എങ്ങനെയാണ്? ഇതാ ഈ പറയുന്ന പോലെ നമ്മുടെ ആമയും മുയലും ജയിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞൊരു പ്രോവർബാണ് ഇതിലെ. ആമയുടെ മുയലിന്റെ മത്സരത്തില് ആമ ജയിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു ഡയലോഗാണ് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസസ് എന്ന് അല്ലെ. അതുപോലെ റോമാ സാമ്രാജ്യം അല്ലെ, അതൊരു ദിവസം കൊണ്ട് പണിത് ഉയർത്തിയതാണോ? അല്ല, ഒരുപാട് കാലത്തെ ഹാർഡ് വർക്കുകളുടെയും ഫലമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള മെസ്സേജുകളൊക്കെയാണ് അതിലൂടെ തരുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. The poet explained that to reach the great heights in life അല്ലെ. Poet explained that to reach great heights in life we don't need wings to soar, we have feet to climb അല്ലെ. എന്താണ് പറയുന്നത്? ഉയരങ്ങളിലോട്ട് എത്താൻ വലിയ വലിയ അച്ചീവ്മെന്റ്സ് ഒക്കെ ഹൈറ്റിലല്ലേ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള വലിയ വലിയ അച്ചീവ്മെന്റ്സിലോട്ട് നമുക്ക് എത്താൻ നമുക്ക് എന്തില്ല? പക്ഷികളെ പോലെ പറന്നുയരാൻ നമുക്ക് ചിറകുകളില്ല. പക്ഷെ നമുക്ക് എന്തുണ്ട്? ഫീറ്റ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് പതിയെ പതിയെ കയറി ഉയരങ്ങളിലെത്താം. He emphasized that the great man reached the success not through sudden leaps. അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. എന്താണ് ഇവിടെ എംഫസൈസ് ചെയ്ത് വീണ്ടും പറയുന്നത്? വലിയ വലിയ ആളുകൾ റീച്ച് ചെയ്തിട്ടുണ്ട് അവരുടെ സക്സസിൽ. പക്ഷെ അത് എങ്ങനെയല്ല? നോട്ട് ത്രൂ സഡൻ ലീപ്സ്. ഒറ്റയ്ക്ക് ഒരു ദിവസം പെട്ടെന്നുള്ള ഒരു സഡൻ ലീപ്സ് അല്ലെ, ഒരു കുതിച്ച ചാട്ടത്തിലൂടെയല്ല അവരെ ഹൈറ്റിൽ എത്തിയിട്ടുള്ളത്. ബട്ട് ബൈ വർക്കിംഗ് ഹാർഡ് വൈൽ അതേഴ്സ് സ്ലെപ്റ്റ്. എങ്ങനെയാണ്? ബൈ വർക്കിംഗ് ഹാർഡ്. അവർ ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു. എപ്പോ? വൈൽ ദെയർ കമ്പാനിയൻസ് വൈൽ ദ അതേഴ്സ് സ്ലെപ്റ്റ് അല്ലെ. മറ്റുള്ളവർ കിടന്നുറങ്ങുമ്പോഴും ആ വേളയിൽ പോലും അവർ ഹാർഡ് വർക്ക് ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് ഗ്രേറ്റ് മാനുകളൊക്കെ അവരുടെ അച്ചീവ്മെന്റ്സിൽ എത്തിയിട്ടുള്ളത്. ഓക്കെ, ദെൻ ദ പോം ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹാർഡ് വർക്ക്. ഈ പോമില് ഇമ്പോർട്ടൻസ് ഓഫ് ഹാർഡ് വർക്കിനെ കുറിച്ച് അല്ലെ, ഹാർഡ് വർക്കിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ആൻഡ് ദ relentless effort until the goal is attained അല്ലെ. കണ്ടിന്യൂ ആയിട്ടുള്ള എഫേർട്ട് ഇടുക നമ്മുടെ കയ്യിൽ നിന്ന് അല്ലെ. അണ്ടിൽ എവിടെ വരെ? ഗോൾ ഈസ് അറ്റൈൻഡ്. നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നവരെ, ലക്ഷ്യം നമ്മൾ നേടിയെടുക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക? ശ്രമിച്ചുകൊണ്ടേയിരിക്കുക.
There is no shortcut and or supernatural ways to success. അല്ലെ, ഒരു ഷോർട്ട് കട്ടോ ഒരു കുറുക്ക് വഴിയോ ഒരു എളുപ്പ വഴിയോ ഇല്ല. അതുപോലെ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടില്ല അല്ലെ, എന്തെങ്കിലും ഒരു അമാനുഷികമായിട്ട് ശക്തി വന്നത് എടുത്തോ സക്സസ് എന്ന് പറഞ്ഞ് നമുക്ക് തരാൻ പോകുന്നില്ല അല്ലെ. അപ്പൊ ഒരു കുറുക്ക് വഴിയോ ഒരു ഷോർട്ട് കട്ടോ എന്തെങ്കിലും ഒരു അമാനുഷികമായിട്ടുള്ള ഒരു കാര്യവും സക്സസിലോട്ട് എത്താനുള്ള മാർഗമില്ല. എന്ത് ചെയ്യണം? എഫേർട്ട് എടുക്കണം, കണ്ടിന്യൂ ആയിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്യണം. ക്ലിയർ? The poet uses examples of pyramids and the sky-high mountains to show the intensity of the task and need for the persistent effort to conquer them. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതിൽ വലിയ വലിയ പിരമിഡ്സിനെ കുറിച്ച്, പിരമിഡും അതുപോലെ സ്കൈ ഹൈ മൗണ്ടൻസും അദ്ദേഹം എന്ത് കാണിക്കാനാണ് യൂസ് ചെയ്തിട്ടുള്ളത്? ഇന്റൻസിറ്റി ഓഫ് ടാസ്ക് അല്ലെ. ഇന്റൻസിറ്റി ഓഫ് ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യത്തിന്റെ ആയം, ആ ടാസ്കിന്റെ ഇന്റൻസിറ്റി എത്രത്തോളം, ആയം എത്രത്തോളം കഠിനമായതാണ് എന്നുള്ളത്, നമ്മുടെ ലക്ഷ്യം എത്രത്തോളം ഹൈറ്റിലാണെന്നും നമ്മുടെ ഗോളിൽ എത്തിച്ചേരാൻ എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നും നമ്മുടെ ഗോള് റീച്ച് ചെയ്യാൻ കഴിയാത്ത അത്രയും ഉയരത്തിലാണെന്നും കാണിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിന്റെ കൂടെ എന്ത് പറയുന്നുണ്ട്? ഇത്രയും ഉയരത്തിലുള്ള ലക്ഷ്യങ്ങൾ നേടാൻ നീഡ് ഫോർ ദ പെർസിസ്റ്റന്റ് എഫേർട്ട് അല്ലെ, കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു ഹാർഡ് വർക്ക്, കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു ശ്രമം വേണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതിനെ നമുക്ക് കൈവരിക്കാൻ കഴിയും അല്ലെ. അതിനെ കൈവരിക്കാൻ കഴിയും, ഐ മീൻസ് അത് നേടിയെടുക്കാൻ സാധിക്കും. ക്ലിയർ? ദെൻ മെറ്റാഫോറിൽ നമ്മൾ മെറ്റാഫോർസ് നമ്മൾ പോയറ്റിക് ഡിവൈസസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ മെറ്റാഫോറിക്കലി കമ്പയറിങ് എന്തിനെയൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്? കമ്പയർ ചെയ്തിട്ടുള്ളത് ഹ്യൂമൻ വിത്ത് ബേർഡ്സ് അല്ലെ, പക്ഷികളെ മനുഷ്യനായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട് അല്ലെ. പക്ഷികൾക്ക് പറക്കാൻ ചിറകുകളുണ്ട്, നമുക്കില്ല എന്ന് പറഞ്ഞിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. ദ പോയറ്റ് സേഡ് വി ഡു നോട്ട് ഹാവ് വിങ്സ്, നമുക്ക് ചിറകുകളില്ല ടു ഫ്ലൈ, പറക്കാൻ. ബട്ട് വി ഹാവ് ഫീറ്റ് ടു ക്ലൈംബ് ആൻഡ് അച്ചീവ് ദ ഗ്രേറ്റ് ഹൈറ്റ്സ്. പക്ഷെ നമുക്ക് എന്തുണ്ട്? കാലുകളുണ്ട്, അത് നമ്മുടെ ഹൈറ്റിലോട്ട് എത്താനുള്ള കാലുകളുണ്ട്. ഓക്കെ. The poet compares achievements to mountain summit and the pyramid to staircase അല്ലെ. അതുപോലെ പോയറ്റ് മറ്റൊരു കമ്പാരിസൺ ചെയ്തിട്ടുണ്ട്, അച്ചീവ്മെന്റ്സ് ടു മൗണ്ടെയിൻ സമ്മിറ്റ് ആയിട്ട്, മൗണ്ടെയിൻ സമ്മിറ്റ് അല്ലെ, മൗണ്ടെയിൻ സമ്മിറ്റ് ആയിട്ടും അതുപോലെ പിരമിഡ്സ് ടു സ്റ്റെയർകേസ് ആയിട്ടും അച്ചീവ്മെന്റ്സിനെ കമ്പയർ ചെയ്തിട്ടുണ്ട്. ഷോയിങ് ദാറ്റ് ദ മാസീവ് അക്കംപ്ലിഷ്മെന്റ്സ് റിസൾട്ട് ഫ്രം ദ ഗ്രാജുവൽ പ്രോഗ്രസ്. ഇത് രണ്ടും എന്താ കാണിക്കുന്നത്? പതിയെ 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 ഉള്ള ഒരു പ്രോഗ്രസ്, എന്നിട്ട് അതിലൂടെ കിട്ടുന്ന ഒരു വലിയ റിസൾട്ടും അത്രയും വലിയ അച്ചീവ്മെന്റ്സ് ആണ് നേടിയെടുക്കാനുള്ളത് എന്നൊക്കെയാണ് കാണിക്കുന്നത്. All these comparisons are instances of the metaphor. Again, the poet calls pyramids wedge-like, creating in an instance of simile. അല്ലെ, wedge-like അല്ലെ, നമ്മൾ പറഞ്ഞ മെറ്റാഫർ അല്ല, നമ്മള് സിമിലി പോയറ്റിക് ഡിവൈസ് പറഞ്ഞ സമയത്ത് സിമിലി അതിൽ പറഞ്ഞിട്ടില്ല. അതിൽ യൂസ് ചെയ്ത മെയിൻ സിമിലിയാണ് ലൈക്ക് വെച്ചിട്ട്. സിമിലി എന്ന് പറഞ്ഞാൽ ലൈക്കും മാസും വെച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പോൾ വെഡ്ജ് ലൈക്ക് അല്ലെ, എങ്ങനെയാണ് ഒരു ആപ്പ് നിൽക്കുന്നത് പോലെയാണ് പിരമിഡ് നിൽക്കുന്നത് എന്നുള്ള ഒരു സിമിലി അദ്ദേഹം അതിൽ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദ ഫ്രേസസ് ദാറ്റ് വെഡ്ജസ് ലൈക്ക് മൈറ്റി പിരമിഡ്സ് ഓഫ് ദ സ്റ്റോൺ, ദ ഡിസ്റ്റൻസ് മൗണ്ടൻസ് വിത്ത് ദ their solid vast of the sky create a strong visual images അല്ലെ. അതുപോലെ സ്ട്രോങ് വിഷ്വൽ ഇമേജസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആകാശം മുട്ട നിൽക്കുന്ന കോട്ട പോലെ തോന്നുന്ന മലകൾ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ പോയട്രി ഡിവൈസസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന മെറ്റാഫറും അതിലുണ്ടായിരുന്ന സിമിലി, അലിട്രേഷൻസ്, അതിൽ യൂസ് ചെയ്തിരുന്നില്ല ഹൈപ്പർബോളി ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ. അതൊക്കെ എന്ത് ചെയ്യുക, അതിലോട്ട് എടുത്തിടുക കേട്ടോ. അതിൽ നിന്ന് 2-3 പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്രിസിയേഷൻ എഴുതുമ്പോൾ ഇതിലോട്ട് ആഡ് ചെയ്യാം. പോയറ്റ് യൂസ് ചെയ്തിട്ടുള്ള സിമിലി, മെറ്റാഫർ, ഹൈപ്പർബോളി, അതുപോലെ അലിട്രേഷൻസ്, പേഴ്സണിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അതും കൂടെ ഇതിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. Then let's analyze activity 1. നോക്കാം, നമ്മുടെ ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. അപ്പൊ നമ്മുടെ പോം അവിടെ നിർത്തിട്ടോ. ഇനി നമ്മൾ ആക്ടിവിറ്റിയിലോട്ട് കിടക്കുകയാണ്. ഇത് ആ യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റ് കംപ്ലീറ്റ് വരുന്ന രീതിക്കുള്ള ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ. നമ്മുടെ ഡ്രീം റിയലൈസറും ടോയ്ലറ്റും സക്സസും കൂടെ ഒന്നിച്ചു വരും. ഓക്കെ, നോക്കാം. ഇൻ ദ മെമ്മറി ദ ടോയ്ലറ്റ്, ദ നാരേറ്റർ സ്പീക്സ് അബൌട്ട് ദ ഹർ റൂട്ടീൻ ഇൻ ദ പാസ്റ്റ് അല്ലെ. ദ ടോയ്ലറ്റ് അറിയുന്ന ചാപ്റ്ററിൽ നമ്മൾ സലാം അലോഫിന്റെ അവരെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൽ അവരുടെ പാസ്റ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ. ഞാൻ പണ്ട് അങ്ങനെ ചെയ്തിരുന്നു, ഞാൻ പണ്ട് സിസ്റ്റർ വീട്ടിൽ താമസിച്ചപ്പോ ചെയ്ത കാര്യങ്ങൾ, അങ്ങനെ പണ്ടത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ അവരെന്ത് ചെയ്യാണ്, ട്രെയിനില് അവരുടെ ഏറ്റവും വലിയ നേട്ടമായിട്ടുള്ള ഒന്ന്
ഏറ്റവും വലിയൊരു നേട്ടമായിട്ടുള്ള ഒരു അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അല്ലെ. അപ്പൊ അവര് പണ്ടത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറയുന്നുണ്ട്. നോക്കാം അത് എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് തന്നിട്ടുണ്ട്. ഐ വുഡ് ഗോ ടു ദ പബ്ലിക് ടോയ്ലറ്റ് ഇൻ ദ പാർക്ക് അല്ലെ. ഞാൻ എന്ത് ചെയ്യാറുണ്ടായിരുന്നു എന്നും ഈ പബ്ലിക് ടോയ്ലറ്റ്, പാർക്കിലെ പബ്ലിക് ടോയ്ലറ്റിൽ പോവാറുണ്ടായിരുന്നു. ഫോർ സം റീസൺ ഇറ്റ് വാസ് നെവർ ലോക്ക്ഡ്. അത് എന്തുകൊണ്ടെന്നാൽ അതെന്തായിരുന്നില്ല, അത് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഐ വുഡ് ഗോ ഇൻ ആൻഡ് സിറ്റ് ഓൺ ദ ടോയ്ലറ്റ് സീറ്റ് ടു റീഡ് സം മാഗസിൻ ഓർ അതർ അണ്ടിൽ ദ റൈറ്റ് ടൈം ടു ക്യാച്ച് ദ ബസ് അല്ലെ. ബസ് വരുന്നവരെ ആ ടോയ്ലറ്റിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യും, മാഗസിൻസ് വായിക്കും അല്ലെ. അതിലിരുന്നിട്ട് മാഗസിനും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്നിട്ട് വായിക്കാറുണ്ടായിരുന്നു. ഇത് നമ്മൾ ആ ചാപ്റ്റർ പഠിച്ചപ്പോ വ്യക്തമായിട്ട് പഠിച്ചതാണ് അല്ലെ. നോക്കാം. ഹിയർ വുഡ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ അല്ലെ. മക്കളെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, ഈ വുഡ് ഇങ്ങനെ കാണുന്നുണ്ട്. ഐ വുഡ് ഗോ ടു ദ പബ്ലിക് ടോയ്ലറ്റ് എന്ന് പറയും. ഞാൻ പബ്ലിക് ടോയ്ലറ്റിൽ പോവാറുണ്ടായിരുന്നു. ഇവിടെ പാസ്റ്റ് ആക്ഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്, കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻസ് ആണ് അല്ലെ. പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കഴിഞ്ഞു പോയിട്ട് പണ്ട് കാലത്ത് നമ്മൾ ചെയ്തിരുന്ന, സ്ഥിരമായിട്ട് ചെയ്തിരുന്ന കാര്യങ്ങൾക്കാണ് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ വുഡ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്, പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻസ് ആണ് അല്ലെ. പണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തിരുന്ന കാര്യം പറയാൻ. ഓക്കെ. In this the only purpose for which wood can be used. ഈ വുഡിന് ഈ ഒരു പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻസ് പറയാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത് മക്കളെ? ആണോ? അല്ല അല്ലെ. നോക്കാം എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. Revisit the text and identify the sentence in which wood is used. Also try to identify the functions of the wood in sentence and situations. അല്ലെ. നമ്മൾ എന്ത് ചെയ്യുക, ആ ചാപ്റ്ററിലോട്ട് അങ്ങ് കയറി പോവാ. ടോയ്ലറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഒന്ന് ഓപ്പൺ ചെയ്ത് അതിൽ വുഡ് വരുന്നുണ്ടെങ്കിൽ ആ സെന്റൻസുകളൊക്കെ എടുത്ത് എഴുതി വെക്കുക. അപ്പൊ അതിൽ ഫുള്ള് നമ്മൾ പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ പറയാൻ വേണ്ടിയിട്ടല്ല വുഡ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം ഏതൊക്കെ സാഹചര്യങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, സെന്റൻസ് ആൻഡ് ദ പർപ്പസ് ഓഫ് ദ വുഡ്. ഫസ്റ്റ് വൺ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുള്ളതാണ്. On weekdays I was locked in my sister's room so that the madam wouldn't see me. അല്ലെ. എന്ത് ചെയ്യാറുണ്ടായിരുന്നു, വീക്ക് ഡേയ്സിലെ ഞാൻ സിസ്റ്ററിന്റെ റൂമിൽ ലോക്ക് ചെയ്യപ്പെടാറുണ്ടായിരുന്നു. കാരണം എന്താണ്, മാഡം എന്നെ കാണാതിരിക്കാൻ വേണ്ടി. ഇതെന്താണ്, ടു ഇൻഡിക്കേറ്റ് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ ആണ് അല്ലെ. അത് കഴിഞ്ഞു പോയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നോക്കാം. ഇനി അടുത്തത് നോക്കാം. I was sure they would tear me to pieces. അല്ലെ. അവരെന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്നെ പീസാക്കി കട്ട് ചെയ്ത് തീരുമാനാക്കുന്നുള്ളത് എനിക്കറിയാമായിരുന്നു എന്ന് പറയാണ് അല്ലെ. ടു ഇൻഡിക്കേറ്റ് സെർട്ടനിറ്റി, ഒരു സാധ്യതയാണ് അല്ലെ. സാധ്യത പറയാനും നമ്മൾ എന്ത് യൂസ് ചെയ്തു, വുഡ് യൂസ് ചെയ്തു അല്ലെ മക്കളെ. സാധ്യത പറയാനും നമ്മൾ വുഡ് യൂസ് ചെയ്തു അല്ലെ. അടുത്തത്, I was reading a copy of Drum magazine hoping that he would come back soon. അല്ലെ. അവള് തിരിച്ചു വരുന്നു എന്നുള്ള പ്രതീക്ഷയില് തിരിച്ചു വരുന്നത് വരെ ഞാൻ എന്ത് ചെയ്യും, ഡ്രഗ് മാഗസിൻ യൂസ് ചെയ്യും അല്ലെ. തിരിച്ചു വരുന്നത് വരെ ഈ മാഗസിൻ ഇവിടെ ഇരുന്നിട്ട് വായിക്കാം. എന്താണ്, ഫ്യൂച്ചർ പ്രഡിക്ഷൻ ആണ്, ഹോപ്പ് ആണ് അല്ലെ. ഒരു ഫ്യൂച്ചർ പ്രഡിക്ഷൻ ആണ്, അവള് തിരിച്ചു വരുമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവിടെ. പ്രഡിക്ഷൻ ആണ് അല്ലെ. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മള് ഊഹിക്കുക അല്ലെ. ഫ്യൂച്ചർ ഊഹിക്കുക, അതിനാണ് പ്രഡിക്ഷൻ എന്ന് പറയാം. ഹോപ്പ് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രതീക്ഷ അല്ലെ. Then I wished somebody would come and be my friend. ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് ആരെങ്കിലും ഒക്കെ വന്ന് ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അല്ലെ. ഇതെന്താണ്, വിഷാണ് അല്ലെ. അവിടെ ഒരു ആഗ്രഹം പറയാൻ വേണ്ടി വുഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഹോപ്പ്, ഒരു പ്രതീക്ഷ ഉണ്ട്. ആൻഡ് ഫ്യൂച്ചർ പ്രഡിക്ഷൻ അല്ലെ, ഭാവിയിലെ ഒരു ഊഹം അല്ലെ, ഊഹിക്കുക അല്ലെ, പ്രഡിക്ഷൻ ചെയ്യുക, പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് എന്ത് യൂസ് ചെയ്തു, വുഡ് യൂസ് ചെയ്തു. The next one, I wrote anything that came to my head in the same way I would have done if I would had a friend to talk to. അല്ലെ. എന്റെ തലയിൽ വരുന്നതെല്ലാം ഞാൻ എന്ത് ചെയ്തു, എഴുതി വെച്ചു. എന്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ സംസാരിക്കുമ്പോൾ, എന്റെ മനസ്സുള്ള ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുമ്പോൾ എന്തൊക്കെയാണ് പറയാനുള്ളത് അതൊക്കെ ഞാൻ എന്ത് ചെയ്തു, എഴുതി വെച്ചു എന്നാണ് പറയണത് അല്ലെ. ഇവിടെ ആര് യൂസ് ചെയ്യുന്നു, ഇതൊരു കണ്ടീഷണൽ ക്ലോസ് ആണ് അല്ലെ. ഈഫ് കാണുന്നുണ്ടല്ലോ, ഈഫ് ക്ലോസ് അല്ലെ. അപ്പൊ കണ്ടീഷണൽ സെന്റൻസ് പറയാൻ വേണ്ടിട്ട് അല്ലെ. അത് ചെയ്തിരുന്നെങ്കിൽ അത് നടന്നേനെ, ഞാൻ പോയിരുന്നെങ്കിൽ അത് സംഭവിക്കുമായിരുന്നു അല്ലെ. ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ എനിക്ക് റിസൾട്ട് കിട്ടിയേനെ.
അല്ലെ? ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ക്ലോസ് യൂസ് ചെയ്യാനും എന്തുപയോഗിക്കും? വുഡ് ഉപയോഗിക്കും. സോ പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻസ്, സെർട്ടനിറ്റി, ഫ്യൂച്ചർ പ്രഡിക്ഷൻ, വിഷ്, ഹോപ്പ്, പ്രഡിക്ഷൻ, കണ്ടീഷണൽ സെന്റൻസ് അല്ലെ? ഇത്രയും പർപ്പസിന് നമ്മൾ എന്തുപയോഗിക്കും? വുഡ് യൂസ് ചെയ്യും കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ ഒരു മെയിൻ ഗ്രാമർ പാർട്ട് തന്നെയാണ് കേട്ടോ വുഡിന്റെ യൂസ് ഭയങ്കരമാണ്. നമ്മൾ മോഡൽ ഓക്സിലറി പഠിപ്പിച്ച സമയത്ത് വളരെ വ്യക്തമായിട്ട് നമ്മൾ വുഡും അതിന്റെ എക്സ്പ്ലനേഷനും പഠിപ്പിച്ചതാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. Now examine the following sentence and identify the difference. അല്ലെ? ഇനി ഇവിടെ 2 സെന്റൻസ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറയാണ് ആ 2 സെന്റൻസ് വായിച്ചിട്ട് അതിനുള്ള ഒരു ഡിഫറൻസ് എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഇതാണ് ആ സെന്റൻസ്. ഓക്കെ, ഇതാണ് 2 സെന്റൻസ് മക്കളെ. ഇതൊന്ന് വായിച്ചു നോക്കി, നിങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ചു നോക്കി. എന്താണ് ആ 2 സെന്റൻസ്? ഫസ്റ്റ് വൺ, ഐ ഷാൾ ഗോ ടു എ പബ്ലിക് ടോയ്ലറ്റ് ഇൻ ദ പാർക്ക്. അല്ലെ? ഞാൻ പാർക്കിലെ പബ്ലിക് ടോയ്ലറ്റിലോട്ട് പോവാറുണ്ടായിരുന്നു. ഐ വുഡ് ഗോ ടു ദ പബ്ലിക് ടോയ്ലറ്റ് ഇൻ ദ പാർക്ക്. അല്ലെ? ഞാൻ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? പബ്ലിക് ടോയ്ലറ്റിൽ പോവാറുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഫസ്റ്റത്തെ പറയുമ്പോ എങ്ങനെ പറയണം മക്കളെ? നിങ്ങൾ നോക്കുമ്പോ കാണുന്ന ഡിഫറൻസ് എന്താ? ഒന്നില് ഷാളും ഒന്നില് വുഡും. അല്ലെ? ഇത്രേ ഉള്ളു അല്ലെ? മീനിങ്ങിന് വ്യത്യാസമുണ്ട്. ഷാളും വില്ലും നമ്മൾ എവിടെയാ യൂസ് ചെയ്യാന്നുള്ളത് നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ള അത് എന്താണ് മക്കളെ? അതൊരു ഫ്യൂച്ചർ ആയിരുന്നു അല്ലെ? എന്താണ്? ഐ ഷാൾ ഗോ ടു ദ പബ്ലിക് ടോയ്ലറ്റ് എന്ന് പാർക്ക്. അല്ലെ? അത് പ്ലാൻ ചെയ്യാണ്, ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാണ്. ഞാൻ പബ്ലിക് ടോയ്ലറ്റിൽ പോവും. ബട്ട് വുഡ് എന്താണ് മക്കളെ? പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ ആണ്. എന്താണ്? ഞാൻ പബ്ലിക് ടോയ്ലറ്റിൽ പോവാറുണ്ടായിരുന്നു. അല്ലെ? ഇതൊന്നും ഡയറക്റ്റ് നോക്കുന്ന ഒരാൾക്ക് ഈ ഉണ്ടായിരുന്നു പോവും ഇതൊന്നും മനസ്സിലാവില്ല. ഈ ഒരു ഷാളിന്റെയും വുഡിന്റെയും ഉള്ള ഒരു ചെറിയൊരു വ്യത്യാസത്തിലൂടെ മാത്രമാണ് കേട്ടോ നമ്മൾ അത് മനസ്സിലാക്കിയെടുക്കുന്നത്. സോ നോക്കാം. വാട്ട് ഡിഫറൻസ് ഡു യു നോട്ടീസ് ബിറ്റ്വീൻ ദീസ് 2 സെന്റൻസ്? അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വ്യത്യാസങ്ങൾ ഏതൊക്കെയാണ്? ഇൻ ദ ഫസ്റ്റ് സെന്റൻസ് ഷാൾ പ്ലസ് ബേസ് വേർബ് പ്ലസ് ഷോ ദ ഫ്യൂച്ചർ. അല്ലെ? ഇവിടെ എന്ത് കാണുന്നുണ്ട്? ഷാള് കാണുന്നുണ്ട്. അല്ലെ? ഷാള് കാണുന്നുണ്ട്. കൂടെ എഴുതാ ബേസ് ഫോം ഓഫ് ദ വെർബും കാണുന്നുണ്ട്. എന്നിട്ട് അതിന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഷാളും വില്ലും ഒക്കെ യൂസ് ചെയ്യുന്നത് ഫ്യൂച്ചർ ആണ്. അപ്പൊ അതിലൊരു ഫ്യൂച്ചർ ടെൻസ് നമുക്ക് കാണാൻ കഴിയും. അല്ലെ? then അടുത്തത് നെക്സ്റ്റ് നമുക്കൊരു വുഡ് കാണാൻ കഴിയും. അല്ലെ? വുഡ് കാണാൻ കഴിയും. വുഡിന്റെ കൂടെ എന്താ? ബേസ് ഫോം ഓഫ് ദ വെർബ് കാണാൻ കഴിയും. പക്ഷെ അതെന്താണ്? പാസ്റ്റ് ആണ്. അല്ലെ? പോവാറുണ്ടായിരുന്നു എന്ന് പറയുന്ന പാസ്റ്റ് സെന്റൻസ് ആണ്. അല്ലെ? then in the first sentence ഷാൾ ഈ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നോക്കാം. ഇൻ ദ ഫസ്റ്റ് സെന്റൻസ് സജസ്റ്റ് ദാറ്റ് യു പ്ലാൻ ടു യൂസ് ദ പബ്ലിക് ടോയ്ലറ്റ് ഇൻ ദ പ്ലാൻ. അല്ലെ? ഇവിടെ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ആ പബ്ലിക് ടോയ്ലറ്റ് ഞാൻ യൂസ് ചെയ്യുമെന്ന് പ്ലാൻ ചെയ്യാണ്. അല്ലെ? പക്ഷേ ഇൻ ദ സെക്കൻഡ് സെന്റൻസ് ദ യൂസ് ഓഫ് ദ വുഡ് സജസ്റ്റ് റെഗുലർ റിപ്പീറ്റഡ് ആക്ഷൻ ഇൻ ദ പാസ്റ്റ്. അല്ലെ? പക്ഷെ രണ്ടാമത്തെ സെന്റൻസിൽ നമുക്ക് കാണുന്നുണ്ട് പാസ്റ്റിൽ സ്ഥിരമായിട്ട് ചെയ്തിരുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്? വുഡ് യൂസ് ചെയ്തത്. ക്ലിയർ? ഫസ്റ്റ് സെന്റൻസ് ഫ്യൂച്ചറിലോട്ടുള്ള പ്ലാനും സെക്കൻഡ് സെന്റൻസ് എന്തായിരുന്നു? പാസ്റ്റിൽ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോകുന്ന ഒരു ഹാബിറ്റ് പറയാൻ. ഓക്കെ, സോ the use of wood suggests the habitual action or the regular repeated action in the past. അല്ലെ? ഇതാണ് മക്കളെ മെയിൻ ആയിട്ടുള്ള കാര്യം. എന്താണ്? use of wood suggests the habitual actions or a regular repeated action. സ്ഥിരമായിട്ട് പാസ്റ്റിൽ ചെയ്തു പോകുന്ന ഒരു പ്രവൃത്തി പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? വുഡ് യൂസ് ചെയ്യും. ഇനി ഒരു കാലത്ത് നിങ്ങളിത് മറക്കരുത് കേട്ടോ. എക്സാമിനൊക്കെ വരുന്ന ടൈമിൽ ക്ലിയർ ആയിട്ട് എഴുതുക. പണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന റെഗുലർ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം പറയാൻ വുഡ് യൂസ് ചെയ്യും. ക്ലിയർ? However, എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം? The use of wood is not confirmed the habitual actions alone. അല്ലെ? അപ്പൊ പാസ്റ്റിലെ ഹാബിച്വൽ സ്ഥിരമായിട്ട് ചെയ്തിരുന്ന പ്രവൃത്തി പറയാൻ വേണ്ടി മാത്രമല്ല നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നത്, അല്ലാതെയും കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. നോക്കാം. Now, let's read the following sentence and try to analyze the use of wood in each sentence. ഇനി എന്ത് ചെയ്യാം? കുറച്ച് സെന്റൻസുകൾ ഇവിടെ ഉണ്ട്. അപ്പൊ അതിൽ വുഡ് ഉണ്ട്. അപ്പൊ അതിന്റെ മീനിങ് ഒക്കെ നോക്കിയിട്ട് ആ സെന്റൻസുകളൊക്കെ സെയിം പർപ്പസ് തന്നെയാണോ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് വിലയിരുത്താം. ഫസ്റ്റ് സെന്റൻസ് ആണ്, ഇഫ് ഐ ഗോട്ട് എ ചാൻസ്, എനിക്കൊരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ
ഐ വുഡ് ട്രാവൽ ദ വേൾഡ് വേൾഡ്, ഞാൻ എന്ത് ചെയ്യും, ഈ ലോകം മുഴുവൻ അങ്ങ് ചുറ്റിക്കറങ്ങും അല്ലെ. അപ്പൊ ഇവിടെ എന്തുണ്ട് മക്കളെ, വുഡ് അല്ലെ. ഇവിടെ നിങ്ങൾക്ക് ഈഫ് കാണുമ്പോ തന്നെ അറിയാം ഇത് എന്താണെന്നല്ലേ, കണ്ടീഷണൽ സെന്റൻസ് ആണ് അല്ലെ. then would you please close the window, ആ ഡോർ ഒന്ന് ക്ലോസ് ചെയ്യാമോ അല്ലെ. would you please close the window, സോറി ആ വിൻഡോ അല്ലോ, ആ വിൻഡോ ഒന്ന് നിങ്ങൾക്കൊന്ന് ക്ലോസ് ചെയ്യാമോ. അതെന്താണ് മക്കളെ, ഒരു പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് അല്ലെ, ഒരു നല്ലൊരു അപേക്ഷ അല്ലെ. then when I was a child, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ I would play in the park every evening, എല്ലാ ഈവനിങ്ങിലും ഞാൻ പാർക്കിൽ പോയിട്ട് കളിക്കാറുണ്ടായിരുന്നു. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ തന്നെയാണ് അവിടെ പറയുന്നത് അല്ലെ. പണ്ട് നടന്ന ഒരു കാര്യമാണ് ഇവിടെ വുഡ് പറയുന്നത് അല്ലെ. പണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തിരുന്ന ഒരു കാര്യം. ഓക്കെ, then the weather forecast said it would be sunny today അല്ലെ. നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷകർ പറയാണ് ഇന്ന് എന്താണ്, നല്ല ചൂടുള്ള ദിവസമായിരുന്നു. ഇതെന്താണ് മക്കളെ, ഇത് ഉറപ്പൊന്നുമില്ല അല്ലെ. കാലാവസ്ഥ നിരീക്ഷകർ ഒന്ന് പറഞ്ഞാൽ മറ്റൊന്ന് നടക്കുന്നതാണ് പൊതുവെ ആളുകൾ കളിയാക്കി പറയാറുള്ളത് അല്ലെ. അപ്പൊ അതെന്താണ്, ഒരു പ്രഡിക്ഷൻ ആണ് അല്ലെ, ഫ്യൂച്ചർ പ്രഡിക്ഷൻ ആണ് അല്ലെ, ഉറപ്പില്ല, ചെറിയൊരു സാധ്യത അല്ലെ. then John said he would be happy to help with the maths lesson. ജോൺ എന്താ പറയുന്നത്, മാത്സ് ലെസൺ പഠിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ് അല്ലെ. അതൊരു മനസ്സിന് ഒരു വില്ലിങ്നെസ് ആണ് അല്ലെ, ഒരു തയ്യാറാവലാണ് അല്ലെ. നോക്കാം, അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട് ഇവിടെ, പല പല യൂസുകളുണ്ട്. ഇതൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. match above the sentence to their corresponding functions one has done for you. ഒന്ന് നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്, ബാക്കി സെന്റൻസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ബിസൈഡ് ഇൻഡിക്കേറ്റിംഗ് ഹാബിച്വൽ ആക്ഷൻ വുഡ് ക്യാൻ ബി യൂസ്ഡ് വേരിയസ് കണക്ഷൻ അല്ലെ. ഹാബിച്വൽ ആക്ഷൻ പറയാൻ വേണ്ടി മാത്രമല്ല വുഡ് യൂസ് ചെയ്യുന്നത്, അല്ലാതെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. നോക്കാം. ഹാസ് കണ്ടീഷണൽ സെന്റൻസ് പറയുമ്പോൾ യൂസ് ചെയ്യും. ഇൻഡയറക്റ്റ് സ്പീച്ച്, ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും ഉണ്ട് അല്ലേ. ഞാൻ എന്താണ്, ഞാൻ അവനൊരു ലെറ്റർ എഴുതി അല്ലെ. അതുപോലെ ഡയറക്റ്റ് സ്പീച്ച് ഉണ്ടായിരുന്നു, നേരിട്ട് പറയുന്നതും മറ്റൊരാൾ പോയി പറയുന്നതുമാണ് ഇൻഡയറക്റ്റ് ഡയറക്റ്റ് സ്പീച്ച്. നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും കേട്ടോ. then പൊളൈറ്റ് റിക്വസ്റ്റ് ഉണ്ട് അല്ലെ, ഭയങ്കരമായിട്ടുള്ള ഒരു അപേക്ഷ അല്ലെ. then മേക്കിംഗ് പ്രഡിക്ഷൻ, എന്താ പ്രഡിക്ഷൻ ഉണ്ട്, ഊഹാപോഹങ്ങൾ പറയാൻ അല്ലെ. എക്സ്പ്രസിംഗ് വില്ലിങ്നെസ്, ഇത്രയും കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് യൂസ് ചെയ്യും മക്കളെ, ഇത്രയും കാര്യങ്ങൾക്ക് നമ്മൾ എന്തെന്നെയാണ് യൂസ് ചെയ്യുന്നത്, വുഡ് തന്നെയാണ് കേട്ടോ. ഈ ചാപ്റ്ററോട് കൂടിയിട്ട് വുഡിന്റെ യൂസ് വ്യക്തമായിട്ട് അറിയണം. ഇതിന്റെ കൂടെ എന്തും കൂടെ ഉണ്ട്, പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻസ് പറയണം, കണ്ടീഷണൽ പറയും, ഇൻഡയറക്റ്റ് സ്പീച്ചിൽ യൂസ് ചെയ്യും, പൊളൈറ്റ് റിക്വസ്റ്റ് യൂസ് ചെയ്യും, പ്രഡിക്ഷൻസ് ഫ്യൂച്ചർ പ്രഡിക്ഷൻ, എക്സ്പ്രസിംഗ് വില്ലിങ്നെസ്. ക്ലിയർ? ഇത്രയും യൂസുകൾ ആർക്കുണ്ട്, വുഡിനുണ്ട്. നോക്കാം, യൂസുകളും കാണുന്നുണ്ട്, നമ്മുടെ തന്നിട്ടുള്ള സെന്റൻസുകളും. ഫസ്റ്റ് വൺ ഹാബിച്വൽ ആക്ഷൻ അല്ലെ, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യം പറയാൻ. when I was a child I would play in the park every evening അല്ലെ. ഇത് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ ആണ് കേട്ടോ. ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് സ്ഥിരമായിട്ട് ഞാൻ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ ആണ് കേട്ടോ മക്കളെ. സ്ഥിരമായിട്ട് എന്ത് ചെയ്യാറുണ്ടായിരുന്നു, ഞാൻ സ്ഥിരമായിട്ട് പാർക്കിൽ പോയി കളിക്കാറുണ്ടായിരുന്നു. ഓക്കെ, then പൊളൈറ്റ് റിക്വസ്റ്റ്, വളരെ പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് ആണ്. വുഡ് യു പ്ലീസ് ക്ലോസ് ദ വിൻഡോ, ആ വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്യാമോ. ഇങ്ങനെ പൊളൈറ്റ് റിക്വസ്റ്റ് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും, വുഡ് യൂസ് ചെയ്യും. then എക്സ്പ്രസിംഗ് വില്ലിങ്നെസ്, എന്താണ് നമ്മുടെ വില്ലിങ്നെസ് പറയാൻ വേണ്ടിയിട്ട്. ജോൺ സെഡ് he would be happy to help with the maths lesson അല്ലെ. അവരിങ്ങനെ മാത്സ് ക്ലാസ് മറ്റു കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ. ഒരാൾ ഡൗട്ടൊക്കെ ഒന്ന് ചോദിക്കുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ടല്ലോ, ചില ആളുകൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ. അതുപോലെ ജോൺ എന്താണ്, അവന് ഹാപ്പിയാണ്, മാത്സ് ലെസൺസ് ഒക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ അവൻ എന്താണ്, അത് ക്ലിയർ ചെയ്ത് കൊടുക്കാനൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അതെന്താണ്, എക്സ്പ്രസിംഗ് വില്ലിങ്നെസ് ആണ് അല്ലെ. ഓക്കെ, then അടുത്തത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിൽ യൂസ് ചെയ്യാം അല്ലെ, ഈഫ് ക്ലോസുകൾ യൂസ് ചെയ്യാം. ഇഫ് ഐ ഗോട്ട് എ ചാൻസ് ഐ വുഡ് ട്രാവൽ ദ വേൾഡ് വേൾഡ് അല്ലെ. എനിക്കൊരു ചാൻസ് കിട്ടിയായിരുന്നെങ്കിൽ എന്താണ്, ഞാൻ ഈ ലോകം ഒന്ന് അങ്ങനെ അടിച്ചു പൊളിച്ചൊന്ന് കറങ്ങുമായിരുന്നു, ലോകം മൊത്തം യാത്ര ചെയ്യുമായിരുന്നു. then പ്രഡിക്ഷൻ ആണ് അല്ലെ മക്കളെ, പ്രഡിക്ഷൻസ് പറയാൻ യൂസ് ചെയ്യാം അല്ലെ.
The weather forecast said it would be sunny today. അല്ലെ, കാലാവസ്ഥ നിരീക്ഷകർ എന്താ പറയുന്നത്? ഇന്ന് നല്ല ചൂടുള്ള ദിവസമായിരിക്കും. So past habitual actions, polite request, willingness, conditional sentence, prediction. Clear? Identify a few other functions of wood. Analyze the following situations and complete the sentence. അല്ലെ, ഇനി ഇവിടെ വുഡിന്റെ നമ്മൾ പറഞ്ഞ പോലെ വുഡിന്റെ ഒരു യൂസ് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് സ്പീച്ചിലും ഇൻഡയറക്റ്റ് സ്പീച്ചിലും. മാഡം സെഡ് ടു മീ, മാഡം എന്നോട് പറഞ്ഞു, ഐ വിൽ ഇൻഫോം യുവർ സിസ്റ്റേഴ്സ് അബൌട്ട് യുവർ വിസിറ്റ്. അല്ലെ, നിന്റെ വിസിറ്റിനെ കുറിച്ച് ഞാൻ നിന്റെ സിസ്റ്ററോട് പറയുമെന്ന് മാഡം എന്നോട് പറഞ്ഞു. അല്ലെ, ഡയറക്റ്റ് ആണ്, നേരിട്ടാണ്. ഇനി അത് ഇൻഡയറക്റ്റ് സ്പീച്ച് ആയിട്ട് പറയാണ്. അല്ലെ, മാഡം ടോൾഡ് മീ ദാറ്റ് ഷീ വുഡ് ഇൻഫോം മൈ സിസ്റ്റർ അബൌട്ട് മൈ വിസിറ്റ്. മാഡം എന്നോട് പറഞ്ഞിരുന്നു എന്ത്? മാഡം ആരെ ഇൻഫോം ചെയ്യും? എന്റെ സിസ്റ്ററിനെ ഇൻഫോം ചെയ്യും എന്റെ വിസിറ്റിനെ കുറിച്ച്. ഓക്കെ, നോക്കാം. അപ്പൊ നമുക്ക് എന്ത് യൂസ് ചെയ്ത് മക്കളെ? ഇവിടെ യൂസ് ചെയ്ത് കണ്ടോ, വുഡ് കേട്ടോ. ഇവിടെ എന്തായിരുന്നു? വില്ലായിരുന്നു. അല്ലെ, പൊതുവെ അതൊരു വലിയൊരു സത്യമാണ്. അല്ലെ, നമുക്കറിയാവുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു സത്യമാണ് എന്ത്? വില്ലിന്റെ പാസ്റ്റ് ആണ് വുഡ് എന്നുള്ളത്. അല്ലെ, അപ്പൊ അതാണ് ഇവിടെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. അല്ലെ, ഇത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. വില്ല്, അല്ലെ, ഐ വിൽ ഡു ഇറ്റ്, ഞാനത് ചെയ്യും, ഞാൻ അവിടെ പോവും, ഇങ്ങനെയൊക്കെ പറയാൻ നമ്മൾ വില്ല് യൂസ് ചെയ്യും. നേരെ അതിന്റെ പാസ്റ്റ് ആണ് ആര്? വുഡ്. അല്ലെ, അപ്പൊ ഇൻഡയറക്റ്റ് സ്പീച്ചിലും ഡയറക്റ്റ് സ്പീച്ചിലും ഈ വില്ല് പോയിട്ട് വുഡ് ആവുന്നുണ്ട്. ഡയറക്റ്റിൽ വില്ലാണെങ്കിൽ ഇൻഡയറക്റ്റിൽ എന്ത് വരും? വുഡ് വരും. ഓക്കെ, നോക്കിയേ, ഐ വിൽ ഇൻഫോം യുവർ സിസ്റ്റർ അബൌട്ട് യുവർ വിസിറ്റ്. ഇവിടെ എങ്ങനെയാണ്? ഷീ വുഡ് ഇൻഫോം. ഷീ ആവുന്നൊക്കെ ഉള്ളത് ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റ് സ്പീച്ചിന്റെയും ക്ലാസ് ഉണ്ട്, അത് പോയി കാണുക കേട്ടോ. അതിന് സെപ്പറേറ്റ് ക്ലാസ് ഉണ്ട്, അത് കാണുക. ഇവിടെ വുഡിന്റെ പർപ്പസ് ആയതുകൊണ്ട് ആ ഒരു പാർട്ടിലോട്ട് കിടക്കുന്നില്ല. ഷീ വുഡ് ഇൻഫോം മൈ സിസ്റ്റർ അബൌട്ട് മൈ വിസിറ്റ്. അല്ലെ, അപ്പൊ വില്ല് എന്തായി മാറി? വുഡായിട്ട് മാറി. നോക്കാം. ഹിയർ വുഡ് ഈസ് യൂസ്ഡ്. ഇവിടെ വുഡ് എന്തിനാ യൂസ് ചെയ്തിരിക്കുന്നത്? പാസ്റ്റ് റിപ്പോർട്ടിംഗ് വെർബ്, പൊളൈറ്റ് ആൻഡ് ഫോർമൽ എക്സ്പ്രഷൻ. അല്ലെ, ഇവിടെ പാസ്റ്റ് റിപ്പോർട്ടിംഗ് വെർബ് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്തിട്ടുള്ളത്? വുഡ് യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നോക്കാം. വുഡ് യു മൈൻഡ് ഗിവിംഗ് ആൻ അപ്പോയിന്റ്മെന്റ് വിത്ത് മൈ ഗാന്ധി? അല്ലേ, വുഡ് യു മൈൻഡ് ഗിവിംഗ് മീ ആൻ അപ്പോയിന്റ്മെന്റ് വിത്ത് മിസ്റ്റർ ഗാന്ധി ആസ്ക്ഡ് ചാർലി ചാപ്ലിൻ. അല്ലെ, ചാർലി ചാപ്ലിൻ ചോദിക്കുകയാണ്, അവരുടെ അസിസ്റ്റന്റിനോട് സെക്രട്ടറിയോട് ചോദിക്കുകയാണ്, എനിക്ക് ഗാന്ധിയെ കാണാൻ വേണ്ടിയിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് നിങ്ങൾ എടുത്തു തരുമോ എന്ന് എന്ത് ചെയ്യാണ്? ചോദിക്കുകയാണ്. അല്ലെ, സ്വാഭാവികമായിട്ടും ഇവിടെ വുഡ് എന്തിനാ യൂസ് ചെയ്തിട്ടുള്ളത് മക്കളെ? ഇവിടെ എന്തിനാ വുഡ് യൂസ് ചെയ്തത്? റിക്വസ്റ്റ് ആണ്. അല്ലെ, എനിക്ക് ആ ഗാന്ധിയെ കാണാനുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ചെയ്തു തരുമോ, അത് ബുക്ക് ചെയ്തു തരുമോ, അല്ലെങ്കിൽ അതിനുള്ള ഒരു മാർഗം ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുമ്പോൾ അത് എന്താണ്? അത് പൊളൈറ്റ് റിക്വസ്റ്റ് ആണ്. അല്ലെ, വളരെ വിനീതമായിട്ടുള്ള ഒരു വളരെയധികം റിക്വസ്റ്റ് അല്ല, പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് ആണ് കേട്ടോ. The next C, would you please reach our office by 8:30 in the morning? Asked Gandhi's secretary. അല്ലെ, ഗാന്ധിയുടെ സെക്രട്ടറിയോട് എന്താണ് ചോദിക്കുന്നത്? Would you please reach our office by 8:30 in the morning? നിങ്ങൾക്ക് 8:30 മോർണിംഗില് ഓഫീസിലെത്താൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഇതും എന്താണ്? എക്സ്പ്രസ് പൊളൈറ്റ്നെസ് ആൻഡ് റിക്വസ്റ്റ്. അല്ലെ, ഒരു പൊളൈറ്റ് റിക്വസ്റ്റ് ഒക്കെ പറയാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇവിടെയൊക്കെ വുഡ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ? Every morning I would go to the public toilet in the park for some privacy to read. അല്ലെ, എനിക്ക് പ്രൈവസി കിട്ടാൻ വേണ്ടി ഒരു പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ മോർണിംഗിലും ടോയ്ലറ്റിലെ പബ്ലിക് ടോയ്ലറ്റിൽ പോകാറുണ്ടായിരുന്നു. എന്താണ്? വ്യക്തമാണ്, പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ. പണ്ട് സ്ഥിരമായിട്ട് ചെയ്തിരുന്ന ഒരു കാര്യം പറയാൻ. Then I felt that the madam would be annoyed if she come to know that I stayed with my sister without her permission. അല്ലെ, I felt that the madam would be annoyed. ഞാൻ പേടിക്കുകയാണ്. എന്താണ് പേടിക്കുന്നത്? മേഡം ആകെ വന്ന് ബഹളമൊക്കെ ഉണ്ടായി പ്രശ്നം ഉണ്ടാക്കും. If she came to know that I stayed with my sister without her permission. പെർമിഷൻ ഇല്ലാതെ എന്റെ സിസ്റ്ററിന്റെ കൂടെ താമസിക്കുന്നത് മേഡം അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? പ്രശ്നം ഉണ്ടാവും. അല്ലെ, ഇതെന്താണ് മക്കളെ? ഫ്യൂച്ചർ പ്രഡിക്ഷൻ ആണ്. അല്ലെ, ഒരു ഇഫ് ക്ലോസും കാണുന്നുണ്ട്, ഫ്യൂച്ചർ പ്രഡിക്ഷൻ ആണ്. അല്ലെ, സാധ്യത. ഓക്കെ, നൗ കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ് മീനിങ്ഫുള്ളി യൂസിങ് വുഡ്. അല്ലെ, നിങ്ങൾക്ക് പകുതി സെന്റൻസ് തന്നിട്ടുണ്ട്, ബാക്കി നിങ്ങൾ വുഡ് ഉപയോഗിച്ചിട്ട് വേണം കംപ്ലീറ്റ് ചെയ്യാൻ.
അത് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തറിയണം? വുഡിന്റെ എല്ലാ സാഹചര്യങ്ങളും അറിയണം. നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു? ഒന്ന് പറഞ്ഞ മക്കളെ, വുഡ് യൂസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ നിങ്ങൾ. ഏതൊക്കെയാ? പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ യൂസ് ചെയ്യും അല്ലെ, പാസ്റ്റ് കഴിഞ്ഞു പോയി സ്ഥിരമായിട്ട് കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ യൂസ് ചെയ്യും. പൊളൈറ്റ് റിക്വസ്റ്റ് അല്ലെ, പൊളൈറ്റ് റിക്വസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. വില്ലിങ്നെസ് അല്ലെ, വില്ലിങ്നെസ്സിന് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പ്രഡിക്ഷൻ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും അല്ലെ, പ്രഡിക്ഷൻ. ഇനി അതുപോലെ അധികം പ്രഡിക്ഷൻ, വില്ലിങ്നെസ്, സെർട്ടിനിറ്റി ഇങ്ങനെയുള്ള സാധ്യതകളിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? വുഡ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. നോക്കാം. ഇനി ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ കേട്ടോ. ഇഫ് ഐ ഹാഡ് മോർ ടൈം, അവിടെ ഇഫ് കാണുന്നോട് കൂടി കണ്ടീഷണൽ സെന്റൻസ് ആണ്. കണ്ടീഷണൽ സെന്റൻസിൽ വുഡ് യൂസ് ചെയ്യാൻ നമുക്ക് മൈൻഡിൽ വരണം. ഓക്കെ, അപ്പൊ എന്താണ്? കണ്ടീഷണൽ സെന്റൻസ് ആണ്. ഇഫ് ഐ ഹാഡ് മോർ ടൈം, എനിക്ക് കൂടുതൽ സമയം ഉണ്ടായിരുന്നെങ്കിൽ. എനിക്ക് ഒരുപാട് സമയമൊന്നും ഇല്ല, എന്നിട്ട് കിട്ടാനും പോകുന്നില്ല, പക്ഷെ പറയാണ് എനിക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹെൽപ്പ് യു, ഞാൻ നിന്നെ സഹായിച്ചേനെ. ഇപ്പൊ എനിക്ക് സമയമൊന്നുമില്ല, പക്ഷെ എനിക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ സഹായിച്ചേനെ. അടുത്തത് ഷീ ആസ്ക്ഡ് ഹിം അല്ലെ, ഒരു പൊളൈറ്റ് റിക്വസ്റ്റ് ആണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണുന്നുണ്ട്. ഇവിടെ ഷീ ആസ്ക്ഡ് ഹിം, അവനോട് ചോദിച്ചു എന്നും കാണുന്നുണ്ട്. നോക്കാം. വുഡ് യു മിൻഡ് അല്ല കേട്ടോ, വുഡ് യു മൈൻഡ്. ഇവിടെ ഒരു എന്നുണ്ട് കേട്ടോ, ഇവിടെ ഒരു എന്നുണ്ട്. വുഡ് യു മൈൻഡ്, വുഡ് യു മൈൻഡ് സിറ്റിംഗ് ഹിയർ. എന്താണ്? വുഡ് യു മൈൻഡ് സിറ്റിംഗ് ഹിയർ അല്ലേ. നമ്മളിങ്ങനെ ഒരാളോട് പൊളൈറ്റ് ആയിട്ട് പറയാണ്, ഇവിടെ ഒന്ന് ഇരുന്നോളൂ എന്നുള്ള അർത്ഥത്തിൽ അല്ലെ. വുഡ് യു മൈൻഡ് സിറ്റിംഗ് ഹിയർ എന്നൊരർത്ഥത്തിൽ അല്ലെ. വുഡ് യു മൈൻഡ് സിറ്റിംഗ് ഹിയർ, ഞാനിവിടെ ഒന്ന് ഇരുന്നോട്ടെ എന്നൊരർത്ഥത്തിൽ. ഷീ ആസ്ക്ഡ്, അവനോട് ചോദിക്കാണ്, ഞാനിവിടെ ഒന്ന് ഇരുന്നോട്ടെ എന്നൊരർത്ഥത്തിൽ കേട്ടോ. അതെന്താണ്? പൊളൈറ്റ് റിക്വസ്റ്റ് ആണ് കേട്ടോ. ദെൻ വെൻ ഐ വാസ് ഇൻ സ്കൂൾ, ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ, സ്കൂളിലായിരുന്നപ്പോൾ ഐ വുഡ് ഗോ ബൈ ബസ് അല്ലെ. പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ ആണ് അല്ലെ. ഇവിടെ മാസമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അധികവും പാസ്റ്റ് ആക്ഷൻസ് പറയാനാണെങ്കിൽ വെൻ ഐ വാസ് തന്നെ ആയിരിക്കും. ഓക്കെ, സോ അതിന്റെ കൂടെ എന്ത് പറയാം? ഐ വുഡ് ഗോ ബൈ ബസ് അല്ലെ. ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ എങ്ങനെയാ പോയിരുന്നത്? ബസ്സിലായിരുന്നു പോവാറുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ, the teacher expected that the students, ടീച്ചർ എക്സ്പെക്ട് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അത് ഫ്യൂച്ചർ ആണ്. പ്രതീക്ഷിക്കുക, പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഒരു പ്രഡിക്ഷൻ ആണ് അല്ലെ. ഞാൻ ഇങ്ങനെ പ്രതീക്ഷിക്കുക എന്ന് പറയുമ്പോൾ ആ ടീച്ചർ എക്സ്പെക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം അത് പ്രതീക്ഷയാണ്. ടീച്ചർ ക്ലാസ് റൂമിലൊക്കെ പോകുന്നതിന് മുമ്പ് ടീച്ചർ എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ്? അപ്പൊ അത് ഫ്യൂച്ചർ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ടീച്ചർ എക്സ്പെക്ടഡ് ദാറ്റ് ദ സ്റ്റുഡൻസ് വുഡ് ബിഹേവ് അല്ലെ. വലിയ മെച്ചൊന്നുമില്ലാത്ത കുട്ടികളായിരിക്കും. അപ്പൊ ടീച്ചർ പ്രതീക്ഷിക്കുകയാണ് എന്താണ്? കുട്ടികൾ എന്ത് ചെയ്യും? നന്നായിട്ട് ബിഹേവ് ചെയ്യുമെന്ന് ടീച്ചർ എക്സ്പെക്ട് ചെയ്യാണ് കേട്ടോ. Then fourth sentence, അവർ നൈബർ ഓഫേർഡ്, എന്റെ നൈബേഴ്സ് ഓഫർ ചെയ്തു അല്ലെ. ഓഫേർഡ് ചെയ്യാൻ എന്താണ്? ഒരാൾ റെഡി ആവുമ്പോഴാണ് അല്ലെ. നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാൻ റെഡി ആവുകയാണ്, വില്ലിങ് ആവുകയാണ് അല്ലെ. അപ്പൊ അതിനാണ് നമ്മൾ ഓഫർ. ആ സെന്റൻസ് കാണുമ്പോൾ തന്നെ അത് ഈ എന്താന്നുള്ളത് വ്യക്തമാവും അല്ലെ. അവർ നൈബർ ഓഫേർഡ്, എന്റെ നൈബർ ഓഫർ ചെയ്തു. നൈബർ നമ്മുടെ മുമ്പിൽ പറഞ്ഞു എന്താണ്? നൈബർ റെഡിയായി, തയ്യാറായി. എന്തിനാണ് തയ്യാറായത്? ദാറ്റ് ഹി വുഡ് ഹെൽപ്പ് us മൂവ്, ഹി വിൽ ഹെൽപ്പ് us ടു മൂവ്. എന്തിനു തയ്യാറാവുന്ന? അവിടെ നിന്നും താമസം മാറാനായിരിക്കും. അപ്പൊ ഇവിടെ നിന്നും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ സഹായിക്കാം എന്നുള്ളത് നൈബർ ഓഫർ ചെയ്തു. ക്ലിയർ ആണല്ലോ? ഓരോന്നിന്റെ യൂസ് വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സെന്റൻസ് വളരെ സിമ്പിൾ ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. In the story, the toilet, Mad spent time with her friends at the pool. അല്ലെ, Mad എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ പൂളിൽ ടൈം ചെലവഴിക്കുന്നുണ്ട്. Here is a conversation between two of her friends. Complete the conversation. ഇവിടെ കോൺവെർസേഷൻ കാണുന്നുണ്ട്. മാഡത്തിന്റെ ഫ്രണ്ട്സ് ഒക്കെ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. നിങ്ങളോട് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ജസ് അല്ലെ. Hey Sarah, do you remember when we were kids in the dash in the park every morning? അപ്പൊ തന്നെ നിങ്ങൾക്ക് അവിടെ എന്ത് മനസ്സിലാക്കാം?
എന്തോ പഴയ കാര്യങ്ങളൊക്കെ പറയാണ് അല്ലെ, പഴയ കാര്യങ്ങളാണ്, പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ ആണ്, കഴിഞ്ഞു പോയ പണ്ടത്തെ. നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ കുട്ടികളായിരുന്നപ്പോ ആ ഡയലോഗ് കേൾക്കുമ്പോ തന്നെ ഉറപ്പാ പണ്ട് നടന്ന ഹാബിച്വൽ ആക്ഷൻ പറയാനാണെന്നും നിങ്ങളെ കൊണ്ട് അവിടെ ഒരു വുഡിന്റെ സെന്റൻസ് എഴുതിക്കാനാണ് എന്നുള്ളത്. ക്ലിയർ ആണല്ലോ. അപ്പൊ സേറ നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ കുട്ടികളായിരുന്ന ടൈമില് പാർക്കിൽ ഡാഷ്. സ്വാഭാവികമാണ്, കുട്ടികളായിരുന്ന സമയത്ത് പാർക്കിൽ വി വുഡ് പ്ലേ, വി വെർ കിഡ്സ്, വി വുഡ് പ്ലേ ഇൻ ദ പാർക്ക് എവരി ഈവനിങ്. എന്താണ് വി വുഡ് പ്ലേ എന്നാണ് കേട്ടോ. ഇവിടെ എന്താണ് വി വുഡ് പ്ലേ, നമ്മൾ കളിക്കാറുണ്ടായിരുന്നു ഇൻ ദ പാർക്ക് എവരി ഈവനിങ് അല്ലെ, എല്ലാ ഈവനിങ്ങിലും. ക്ലിയർ ആയല്ലോ. Then Sarah, oh those were such fun times അല്ലെ, വളരെ ഫൺ ആയിട്ടുള്ള ദിവസങ്ങൾ. Just passing me the towel please അല്ലെ. അപ്പൊ ഇതിന് അവിടെ ഒരു കാര്യം ചോദിക്കാണ്. അപ്പൊ അങ്ങനെ അത് അടിപൊളിയായിരുന്നില്ലേ, ആ ദിവസങ്ങൾ ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പൊ അതിന്റെ കയ്യിൽ ചിലപ്പോ വല്ല വെള്ളമൊക്കെ ചിന്തിയിട്ടുണ്ടാവും, വർത്താനം പറഞ്ഞ് ചായയൊക്കെ കുടിക്കല്ലേ, അപ്പൊ എന്തെങ്കിലുമൊക്കെ ചിന്തിയിട്ടുണ്ടാവും. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ ചോദിക്കാണ്, നീ ആ ടവൽ ഒന്ന് തരൂ എന്ന് ചോദിക്കാണ് അല്ലെ. അപ്പൊ അതെന്താണ് മക്കളെ, പൊളൈറ്റ് റിക്വസ്റ്റ് ആണ് അല്ലെ. കുറച്ച് അഹങ്കാരത്തോട് കൂടിയിട്ട് നമ്മൾ പറയില്ലല്ലോ അല്ലെ. അപ്പൊ എങ്ങനെയാ പറയുന്നത്, പൊളൈറ്റ് റിക്വസ്റ്റ് ആണ്. വുഡ് യു മൈൻഡ് പാസിംഗ് മീ ദ ടവൽ അല്ലെ. എന്താണ് ഇവിടെ യൂസ് ചെയ്യാ, വുഡ് യു മൈൻഡ് പാസിംഗ് മീ ദ ടവൽ. എന്താണ് വുഡ് യു മൈൻഡ് പാസിംഗ് മീ ദ ടവൽ പ്ലീസ് അല്ലെ. ആ ടവൽ ഒന്ന് എടുത്തു തരുമോ, അതൊന്ന് പാസ് ചെയ്യോ എന്നാണ് പറയുന്നത്. ഓക്കെ. Then just not at all, here you go, by the way, if you ever need help with your project അല്ലെ. ഇവിടെ എന്താണ് മക്കളെ, ഇവിടെ ഒരു വേഗം ഒരു വില്ലിങ്നെസ്സിനൊക്കെ റെഡി ആവുന്നുണ്ട്. ബൈ ദ വേ, ഇഫ് യു എവർ നീഡ് ഹെൽപ്പ് വിത്ത് യുവർ പ്രൊജക്ട് അല്ലെ, നിങ്ങളുടെ പ്രൊജക്ടിന് എന്ത് സഹായം വേണമെങ്കിലും ഐ വുഡ് ബി ഹാപ്പി ടു അസിസ്റ്റ് യു അല്ലെ. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എന്താണ്, ഞാൻ എപ്പോഴും സന്തോഷമാണ്, എനിക്ക് എപ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, നിന്റെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ എനിക്ക് എപ്പോഴും എന്നും സന്തോഷം മാത്രമേ ഉള്ളൂ. വില്ലിങ്നെസ് ആണ് കേട്ടോ ഇവിടെ ഈ കാണുന്നത്. ഐ വുഡ് ബി ഹാപ്പി ടു അസിസ്റ്റ് യു. ഓക്കെ. Sarah, thanks Jess, you are always so helpful. If I had more time അല്ലേ, ഈ ഹാഡ് കാണുമ്പോ തന്നെ, ഇഫ് ഐ ഹാഡ് കാണുമ്പോ തന്നെ അറിയാതെ കണ്ടീഷണൽ സെന്റൻസ് ആണ് അല്ലെ. അപ്പൊ പറയാണ് സാറ, നീ സഹായിക്കുന്നതിന് ഒരുപാട്, ജസ്സിനോട് പറയാണ് ഒരുപാട് സന്തോഷമുണ്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞതില്. ഇഫ് ഐ ഹാഡ് മോർ ടൈം, ഫ്രീ ടൈം, എനിക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ടേക്ക് എ ട്രിപ്പ് നെക്സ്റ്റ് ടൈം അല്ലെ. എന്താണ് ഐ വുഡ് ടേക്ക് എ ട്രിപ്പ് നെക്സ്റ്റ് അല്ലെ, നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ ഒക്കെ പറയാം കേട്ടോ. നെക്സ്റ്റ് മന്ത് എന്താണ്, എനിക്ക് ഒരുപാട് ടൈം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും നിന്റെ കൂടെ ഒരു ട്രിപ്പ് പോകുന്നേനെ. ഇവിടെ കണ്ടീഷണൽ സെന്റൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് that would be great, the weather forecast said. എന്താണ് ഇപ്പൊ ജസ്റ്റ് പറയുന്നത്, അത് ശരിയാണ്. പക്ഷെ നമ്മളെ വെതർ ഫോർകാസ്റ്റ്, കാലാവസ്ഥ നിരീക്ഷകർ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇറ്റ് വുഡ് ബി സണ്ണി ടുമാറോ, നാളെ എന്താണ് നല്ല ചൂടുള്ള ദിവസമാണ് അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഒരു കാര്യം മനസ്സിലായോ, ഈ ഒരു വുഡിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറയാൻ തുടങ്ങിയ സമയം മുതലേ സെയിം എക്സാമ്പിൾസ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അല്ലെ. കണ്ടീഷൻ സെന്റൻസ് പറഞ്ഞ് ഒരുപാട് യൂസ് ചെയ്തില്ല, ഇഫ് ഐ ഹാഡ് മോർ വരുന്നതേ യൂസ് ചെയ്തുള്ളൂ. അതുപോലെ പ്രഡിക്ഷൻ അധികവും ഈ കാലാവസ്ഥ നിരീക്ഷകർ തന്നെ ആയിരിക്കും വരിക നമുക്ക് എപ്പോഴും. വെതർ ഫോർകാസ്റ്റ് ആണല്ലോ കൂടുതലും, കാലാവസ്ഥ നിരീക്ഷണമാണ് അധികവും പ്രഡിക്ഷൻ പറയുക അല്ലെ. അപ്പൊ അധികവും സെന്റൻസ് അങ്ങനെ തന്നെ ആയിരിക്കും. അതുപോലെ ഹെൽപ്പ് പറയുമ്പോ അല്ലെ, പൊളൈറ്റ് റിക്വസ്റ്റ് എപ്പോഴും നീ അത് ചെയ്യുമോ, നീ ആ ഡോർ അടക്കുമോ, അതൊന്ന് എടുത്തു തരുമോ, ഞാൻ ഇവിടെ നിന്ന് ഇരുന്നോട്ടെ, ഇത് തന്നെയായിരിക്കും പൊളൈറ്റ് റിക്വസ്റ്റ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ, ഇത് ക്ലാസ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണാം. നിങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലാവുന്നില്ല, റിപ്പീറ്റ് ചെയ്ത് കാണാം. റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഒരു 5 യൂസ്, വുഡിന്റെ ഈ ഒരു 5 യൂസേ ഉള്ളൂ, അതിന് റിപ്പീറ്റ് ചെയ്ത് വരുന്ന എക്സാമ്പിൾസും സെയിം തന്നെയാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ക്ലിയർ ആയല്ലോ. അപ്പൊ എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ആക്ടിവിറ്റി ഭാഗത്ത് പഠിച്ചത് ഒരേ ഒരാളെ കുറിച്ചല്ലേ. നമുക്ക് ഇന്ന് ഒരേ ഒരു രാജാവിനെ കുറിച്ച് മാത്രമേ പഠിക്കാണ്ടായിരുന്നുള്ളൂ മക്കളെ. അത് ആരെ കുറിച്ചായിരുന്നു, വേറെ ആരുമല്ല, വുഡ് ആയിരുന്നു അല്ലെ. യൂസസ് ഓഫ് വുഡ്, വുഡിന്റെ യൂസുകൾ ഏതൊക്കെയാന്ന് പെട്ടെന്ന് പറഞ്ഞ്.
ഒരു 5 വുഡിന്റെ യൂസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചിട്ടുള്ളത്. ഏതൊക്കെയായിരുന്നു? കണ്ടീഷണൽ സെന്റൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടഡ് സെന്റൻസിൽ പഠിച്ചെങ്കിലും വളരെ വലുതായിട്ടൊന്നും പഠിക്കുന്നില്ല അല്ലെ. അപ്പൊ കണ്ടീഷണൽ സെന്റൻസ് യൂസ് ചെയ്യുമ്പോൾ ഈഫ് വരുന്ന കണ്ടീഷണൽ സെന്റൻസ് യൂസ് ചെയ്യുമ്പോൾ ഈഫ് ക്ലോസ് വരുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ അല്ലെ, പണ്ട് കഴിഞ്ഞു പോയി നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തിരുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ദെൻ പൊളൈറ്റ് റിക്വസ്റ്റ്, അത് നിർബന്ധമാണ് കേട്ടോ. പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ്, അപേക്ഷകൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വുഡ് യൂസ് ചെയ്യും. ദെൻ വില്ലിങ്നെസ് അല്ലെ, എന്താണ് വില്ലിങ്നെസ്? തയ്യാറാവുക അല്ലെ, ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ഓഫർ ചെയ്യുക അല്ലെങ്കിൽ വില്ലിങ് ആവുക അല്ലെ. അടുത്തത് എന്തായിരുന്നു മക്കളെ? ലാസ്റ്റ് പ്രഡിക്ഷൻ. മറക്കരുത്, കണ്ടീഷണൽ സെന്റൻസ്, അതുപോലെ പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻസ്, പൊളൈറ്റ് റിക്വസ്റ്റ്, വില്ലിങ്നെസ് ആൻഡ് പ്രഡിക്ഷൻസ് അല്ലെ, ഊഹാപോഹങ്ങൾ, ഫ്യൂച്ചർ പ്രഡിക്ഷൻസ് അല്ലെ. അപ്പൊ ഇത്രയും ഈ 5 കാര്യങ്ങളാണ് വുഡിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത്. ഈ 5 കാര്യങ്ങൾക്കും ഒരു 5 എക്സാമ്പിളും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വുഡ് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.